വണ്ടിക്കകത്ത് മൊത്തം തീ ഇട്ടേക്കോ കേട്ടോ, എലിനെ പിടിക്കാൻ വേണ്ടി. ആദ്യമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിക്കകത്ത് എലി. പുകയട്ടെ അതിന്റെ ഉള്ളിൽ മൊത്തം. അത് അത്ര തീ പിടിച്ചില്ലല്ലോ ഇവനെ. വായു ഇല്ലാത്തോണ്ടായിരിക്കും. അല്ല, ഒന്ന് കാറ്റ് പിടിക്കട്ടാ, ഒന്ന് കാറ്റ് പിടിച്ചത് കത്തട്ടെ. നമ്മുടെ എങ്ങനെയല്ലേ അതിനൊന്ന് പിടിക്കാൻ പറ്റിയായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ കാലയില വല്ലതും ചാടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നാമത് ക്ഷത്രിയന്മാരെ പേടിക്കും. പരിപാടി എന്താ കൊച്ചു കഴിവേറി ഇറങ്ങുന്ന വകുപ്പ് കാണുന്നില്ല. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് രണ്ടോട്ടേ ഞാൻ തല്ലിയില്ല. അതാ എനിക്ക് പറ്റിയ അബദ്ധം. എടാ ഇതിന്റെ ബേക്കിൽ വലിയ എലിക്കൂടാട്ടോ, ഇതിന്റെ കിടക്കുന്നതിന്റെ ബേക്കില്. നീ എങ്ങനെ മനസ്സുറച്ച് അതിനകത്ത് കിടക്കൂടാ? കിടക്കാൻ പറ്റൂല. എങ്ങനെയെങ്കിലും അതിനെ പിടിക്കണം കേട്ടോ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സത്യമാണ്, മാർഗങ്ങൾ നടക്കും. ഞങ്ങൾ ഇന്ന് അവനെ പിടിക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ് നോക്കൂ, അതായത് നമ്മളിപ്പോൾ ഉള്ളത് അങ്ങനെ പഞ്ചാബിലാണ്. നമ്മൾ രാജസ്ഥാൻ കിടക്കാൻ വേണ്ടി പോകണം. ഇന്നലെ രാത്രിയിലെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. രണ്ടുപേരുടെ കണ്ണ് നോക്കി അറിയത്തില്ലേ? ഗൈസ്, ആകെ 2 മണിക്കൂർ 3 മണിക്കൂർ ഇങ്ങനെ ഉറങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് നേരം വെളുത്തപ്പം അതിലും വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ അതിലും വലിയ കഷ്ടം. അതായത് നമ്മുടെ വണ്ടിക്കകത്ത് ഒരു വലിയ എലിക്കൂടുണ്ട്. 4 എലിക്കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. എൻ്റെ പാസ്പോർട്ട്, ലിബിൻ്റെ പാസ്പോർട്ട്, ഞങ്ങളുടെ ലാപ്ടോപ്പും ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ആ ബെർത്തിൻ്റെ അടിയിലാണ് ഞങ്ങൾ വെച്ചിരുന്നത്. അതിൻ്റെ അകത്തായിരുന്നു എലിക്കൂട്. എന്തോ ദൈവഗ്രാനുഗ്രഹത്തിന്, അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എലി അത് കരണ്ടില്ല. പക്ഷേ എലിക്ക് ഞങ്ങളോട് നല്ല വൈരാഗ്യമാണ് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങളുടെ ടി നെപ്പോളിയനെ ഏത് രീതിയിലാക്കിയതാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങൾ അതെ അല്ല നമ്മൾ അതേപോലെ എന്നിട്ട് രാവിലെ എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാടാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നിർത്തി. അപ്പോൾ ലിവിൻ എന്നെ പറയും എലിയുണ്ടെന്ന്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ലേ. എന്നിട്ട് വീണ്ടും ഞങ്ങളിങ്ങനെ മറ്റേ വണ്ടിയുടെ ഗ്ലാസ് കഴുകാൻ വേണ്ടി ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഊരിക്കൊണ്ട് ഇവൻ വന്ന് ഞങ്ങൾ നോക്കാൻ എലി കൈസ്. എന്നിട്ട് പുകയിട്ടു. ഒരു രാവിലെ 7 മണിക്ക് തുടങ്ങിയിട്ട് 1 മണി വരെ എലീനെ പിടിക്കില്ലായിരുന്നു. എലീനെ കിട്ടിയില്ല. വണ്ടിക്കകത്ത് തീ ഇട്ട് നോക്കി, പല കളിയും കളിച്ച് നോക്കി. ലാസ്റ്റ് ഞങ്ങൾ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അത് വെച്ച് അതിനെ പാസ്പോർട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ കൈസ്. അപ്പം അവനെ എങ്ങനെയും പിടിക്കണം. അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും വണ്ടിക്കുള്ളിൽ കിടപ്പ് നടക്കൂല. ഇന്ന് നമുക്കൊരു ഹോട്ടൽ എടുക്കേണ്ടി വരും. കാരണം വേറെ ഒന്നുമല്ല, വണ്ടിക്കകത്ത് എലിയുടെ സ്പ്രേയ്, പിന്നെ അതുപോലെ എലിക്കുള്ള സാധനങ്ങൾ, സംഭവങ്ങൾ, പിന്നെ ഹിറ്റ്, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് അതൊക്കെ അടിച്ചിട്ട് കിടന്നത് നമുക്കൊരു പണി കിട്ടും. അതുകൊണ്ട് ഇന്നൊരു ഹോട്ടലിൽ നമുക്ക് കിടക്കാം. ഇന്ന് എന്തായാലും കഴിഞ്ഞാൽ തന്നെ എലി വന്നിട്ട് നമ്മുടെ ആലോചിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എലിയുള്ള വണ്ടിയിലാ കിടന്നുറങ്ങിയെന്ന്. അതിൻ്റെ ദൈവമേ ഗൈസ്, ഇന്നലെ വേർത്ത് നമ്മൾ ഒരു വഴിയായി. എന്തായാലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് എക്സ്പീരിയൻസ് ഓഫ് ദി ബിറ്റ്വീൻസ് ഓഫ് ദി ഡിഫിക്കൽട്സ് ഗൈസ്. നോക്കൂ, അങ്ങനെ ആകെ പെട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞു. ഇനി അടുത്തൊരു കാര്യം ഗൈസ്, ഇനി നിങ്ങളോട് അടുത്ത കാര്യം പറയാനുള്ളത്, ഞങ്ങളെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കുറേ അധികം ആൾക്കാർ പൈസ കടം ചോദിച്ച് വിളിക്കുന്നുണ്ട്. അത് കുറേ അധികം ആൾക്കാർ, 1-2 പേരല്ല, 100-200 കണക്കിന് ആൾക്കാർ. അപ്പോൾ ഇവരോടെല്ലാം മറുപടി പറഞ്ഞ് മടുത്തു. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, എൻ്റെ വീടിൻ്റെ ആധാരം പണയനാണ്. അതിന് തന്നെ മാസം പലിശ, ഒരു നല്ലൊരു പലിശയുണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് വരും പലിശ മാത്രം. അതുകൂടെ വീട്ടിലെ എല്ലാ സ്വർണ്ണങ്ങളും പണയത്തിലാണ്. കുറേയൊക്കെ വിറ്റു. കൊച്ചിൻ്റെ മാല വരെ തൊട്ട് എല്ലാ കെട്ടുതാലി മുതൽ എല്ലാ സാധനവും പണയത്തിലാണ്. അപ്പം നമ്മൾ ഇതൊക്കെ ഒരു ആഗ്രഹപ്പുറത്ത് ഇങ്ങനെ ഈ ഒരു സംഭവം 4 ലക്ഷത്തോട് ഇന്ന് ലക്ഷത്തോട് എന്നുള്ള ഒരു ഇതിൽ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ് അതായത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ വണ്ടി വരെ ഇപ്പം മേടിച്ചാക്കുന്നത് അമേരിക്കയിലുള്ള ലിജിൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരനാണ് എനിക്ക് ഒരു 6-7 ലക്ഷം രൂപ എനിക്ക് 3 മാസത്തേക്ക് മറിക്കാൻ തന്നിട്ട് അങ്ങനെയാണ് ഈ വണ്ടി മേടിച്ചാക്കുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ അടുത്ത് കാശ് ഉണ്ടായിട്ടല്ല, ഇതൊക്കെ നമ്മൾ എല്ലാം റോളിങ്ങും കറക്കലൊക്കെയാണ്. കഴിഞ്ഞ യൂറോപ്പ് യാത്ര എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിന് മുമ്പ് അടുത്ത യൂറോപ്പ് യാത്രയ്ക്ക് ഏതാണ്ട് ഒരു 5-6 ലക്ഷത്തിന് മേളിൽ ചിലവായി. അതിൽ അത് കിട്ടിയ പൈസ മൊത്തം 2 ലക്ഷത്തിൻ്റെ 2 ക്രെഡിറ്റ് കാർഡും പിന്നെ ഒരു 85,000 ക്രെഡിറ്റ് കാർഡും പിന്നെ ബാക്കിയുള്ള അല്ലറച്ചിലെ പരിപാടി എല്ലാം കൂടി ആയിട്ട് അതും അങ്ങനെ തീർന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവരും കഷ്ടത്തിലാണ്, എല്ലാവരും ഒരു ഇതിലങ്ങ് പോവുകയാണ്. അപ്പം ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞു, ആർക്കും വിശ്വാസം വരുന്നില്ല.
അപ്പം അവരൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കൊട്ടക്കണക്കിനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ മരത്തിൽ നിന്ന് അടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ വിചാരം. അപ്പം എങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. പിന്നെ ലാസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. ഞങ്ങൾ എത്ര പേരോടാ പറയണ്ടേ, അല്ലടാ ലിവിനെ? അതായത് അവർ നമ്മുടെ അടുത്ത് ഇല്ലെന്ന് പറയുമ്പോൾ പിന്നെ അവർ മോശമായിട്ടാണ് നമ്മളോട് ഇടപെടുന്നത്. നമ്മളില്ലെന്ന് പറയുന്നത്. ഗൈസ് നോക്കൂ, അപ്പം ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും അവനവനെ അറിയത്തുള്ളൂ, അവനവൻ്റെ അവസ്ഥ. അപ്പം അത് മത്തടത്തിലോട് പറയും, മത്തളം ചണ്ടയിലോടും പറയും. ഗൈസ് അപ്പം നമ്മുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ പറയുന്ന പോലെയല്ല, ഇതൊക്കെ റോളിങ്ങിൽ ഓടുന്നതാണ്. ഞങ്ങൾക്ക് തന്നെ മാസം പലിശ അടയ്ക്കാണ്ട്, അടവടയ്ക്കാണ്ട്, ബാങ്കിലോ വീടിന്റെ പുതിയ വീടിന്റെ ഈ പറയുന്നത് എൻ്റെ വീട്ടിൽ ഒരു മനുഷ്യന്റെ കഴുത്ത സ്വർണ്ണമില്ല, എല്ലാം നമ്മൾ വിറ്റിട്ടാണ് ഈ പരിപാടി. നീ പറയുന്നവരൊക്കെ വീട്ടിലെ സ്വർണ്ണങ്ങൾ അതും ഇതൊക്കെ ഉണ്ട്, അതൊന്നും ആർക്കും പറ്റൂല, അതൊന്നും ആരും പണയം വെക്കും. എന്റെ അമ്മയ്ക്ക് കഴുത്തേലും കഥയിലും മറ്റെല്ലായിടത്തും ഞങ്ങൾ പണയം വെച്ചിട്ടാണല്ലേ പറയണേ. കഴിഞ്ഞ ദിവസം വേറെ ഒരാൾ വന്ന് അവരുടെ ദേഹത്തൊക്കെ ഭയങ്കരമായിട്ട് സ്വർണ്ണം ഇരിക്കുക, അവർക്ക് അത് പണയം വെക്കാൻ പറ്റൂല. അതെ ഗൈസ്, അപ്പം നിങ്ങൾ പ്ലീസ് ഞങ്ങളോട് അങ്ങനെ ചോദിക്കരുത്. ഞങ്ങളുടെ അവസ്ഥ തന്നെ വളരെ ദയനീയമാണ്. അതിപ്പോൾ ഇങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ട് മാത്രം പറഞ്ഞാണ്, അല്ലെങ്കിൽ പറയത്ത് പോലുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് വണ്ടി മേടിക്കുന്നുണ്ട്, അത് മേടിക്കുന്നുണ്ട്, ഇത് മേടിക്കുന്നുണ്ട്, ഇതെല്ലാം റോളിങ്ങും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ. പിന്നെ ചില ആൾക്കാർ നമ്മുടെ കൂർത്തിക്കുന്ന ആൾക്കാരോട് പൈസ മേടിക്കും, ഒരാഴ്ച തരാൻ, രണ്ടാഴ്ച തരാൻ. അങ്ങനെ ഞങ്ങളുടെ കൂർത്തിക്കുന്ന ഒരു പുള്ളിക്കാരനെ 6 ലക്ഷം രൂപയാണ് പറ്റിച്ചത്. ആളുടെ പേര് ആൾക്ക് പറയാൻ പുറത്ത് പറയാൻ ഇതിലായിട്ടാണ് ഞങ്ങൾ പറയാത്തത്. 6 ലക്ഷം രൂപ മേടിച്ചിട്ട് നമ്മുടെ കൂടുതലുള്ളടത്തുനിന്നും കുറേ അധികം ആൾക്കാർ ഇതേപോലെ പറഞ്ഞ് പറ്റിച്ച് പൈസയൊക്കെ മേടിക്കുന്നുണ്ട്. പണ്ട് ഇതേപോലെ ഒരു 2-3 വർഷം വലിയൊരു പൈസ ഒരുത്തൻ മേടിച്ചോണ്ട് മൊത്തം പോയി. അവന് ഈ ഇടയ്ക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ആ പരിപാടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പേരും പറഞ്ഞ് ആര് പൈസ ചോദിച്ചാൽ ആരും കൊടുത്താക്കരുത്, ആരും ചോദിക്കാതിലുള്ള ഉത്തരവാദിത്തമില്ല. ഞങ്ങൾ പ്രത്യേകം പറയുകയാണ്, നമ്മൾ തന്നെ വളരെ സാക്രിഫൈസ് ചെയ്താണ് പോകുന്നത്. സത്യം പറയാമല്ലോ, ഈ ലൈലാൻഡ് ഈ 2-2-2-8 കിട്ടിയപ്പോഴാണ് ഇപ്പം നമ്മളൊന്ന് കര കയറിക്കൊണ്ടിരിക്കുന്നത്. കടങ്ങളൊക്കെ കുറച്ച് തീർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തീരുമല്ലോ കേട്ടോ, ഏതാണ്ട് 1 വർഷത്തോളം എടുക്കും നമ്മുടെ കടങ്ങൾ തീരണമെങ്കിൽ. കാരണം 2021 ശേഷം നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കിയത് മൊത്തം നഷ്ടപ്പെട്ടതല്ലാതെ ഒന്നും തിരിച്ചെടുക്കാൻ വേണ്ടി. അതായത് നിങ്ങൾ ചോദിച്ചോ, അത് 2 കൊല്ലമായിട്ട് ഞങ്ങൾ 2021 ശേഷമായിട്ടാണ് ഇപ്പൊ കണ്ടിന്യൂസ് 2 മാസം നമ്മൾ യാത്ര തന്നെ ചെയ്യുന്നത്. അതിൽ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ മാസങ്ങളിലൊക്കെയാണ്. ഇതിനു മുമ്പേ ഒക്കെ ഉണ്ടാക്കിയത് മൊത്തം അങ്ങനെ റോളിംഗ് ആയിട്ട് പോകുമായിരുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, നമുക്ക് തന്നെ സംഭവം എന്ന് വെച്ചാൽ ഇത്രയും നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ അല്ലായിരുന്നു, നമ്മൾ പുറത്തിറങ്ങി ബ്ലോഗ് അങ്ങനത്തെ കാര്യം ചെയ്യാറില്ലായിരുന്നല്ലോ. അത് കാരണം നമ്മുടെ കൂടുതലുണ്ടായിരുന്ന എല്ലാവരും നമ്മളെ വിട്ടുപോയി. ഒരു മനുഷ്യൻ എല്ലാരും വിചാരിച്ച നമ്മൾ പൊട്ടിപ്പോയി, ഇനി ഇവന്മാര് ബാധിതയാവും. അങ്ങനെയൊക്കെ കുറെ പേര് വിളിച്ച പോലെ ഞങ്ങള് പിന്നെ നമ്മുടെ പാസ്പോർട്ടൊക്കെ പോയ സമയത്ത് ഗൈസ് സത്യം പറയാലോ എത്ര പേരെന്ന് പറയാം, ഞങ്ങൾ പൊട്ടിപ്പോയി, ഇനി നമ്മൾ ബാധിതയാന്നൊക്കെ ഓർത്ത് കുറേ അധികം ആൾക്കാർ വിളിച്ചാൽ ഫോൺ പോലും എടുക്കുക. കുറേ പേര് അങ്ങനെ പോയി. ഞങ്ങളെക്കൊണ്ട് നല്ല കാശ് ഉണ്ടാക്കിയവരാട്ടോ എല്ലാവരും, കുഴപ്പമില്ല, നമ്മളതൊന്നും ബാധിക്കില്ല. അവരുടെ മുമ്പിൽ നമ്മൾ അതിലും വലിയ സെറ്റപ്പായിട്ട് കാണിച്ചു കൊടുക്കുക, 100% ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അതായത് നിങ്ങൾ ഒരിക്കലും നമ്മളാകാൻ പറ്റത്തില്ല, പക്ഷേ ഞങ്ങൾ മേളിൽ നിങ്ങൾക്ക് ആകാൻ പറ്റും. അതായത് എബിനും ലിബിനും നിങ്ങൾക്ക് ഒരിക്കലും ആകാൻ പറ്റില്ല, പക്ഷേ എബിനും ലിബിനും വലിയ ആളായി മാറാൻ നിങ്ങൾക്ക് പറ്റും, അത് 100% ഉറപ്പാണ്. അതായത് നമ്മൾ പൊട്ടിപ്പോയെന്ന് വിചാരിച്ച എത്ര പേരാന്ന് പറയാം, നമുക്കിട്ട് പല രീതിയിലും പല മാർഗത്തിലും ഞങ്ങൾ സഹായിച്ചവർ തന്നെ ഞങ്ങൾക്ക് ചാമ്പിയിട്ട് പോയത്. അതൊന്നും നമ്മൾ ബാധിക്കുന്ന കാര്യമില്ല, കുഴപ്പമുള്ള കാര്യം. ഒരു മനുഷ്യൻ മാത്രമുണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കാത്ത 2 മനുഷ്യന്മാർ, ഒരു മനുഷ്യൻ 2 പേരൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും ഇത്രയും നാളിനിടയിൽ നമ്മുടെ ഈ ലൈലാൻഡ് വന്നപ്പോൾ നമുക്ക് അങ്ങനെ പച്ച പിടിച്ചു തുടങ്ങി. അതായത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എടുക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് കൺഫേം ആയിട്ട് ബാക്കി നിങ്ങളോട് ഉറപ്പിച്ച് പറയാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയാത്തത് ഏതാണെന്നുള്ളത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്ത് നോക്കിക്കോ. പിന്നെ വേറൊരു കാര്യം, അതായത് എല്ലാം റെഡിയായിരുന്നു, പക്ഷേ ആ തുരപ്പനാണ് ഇപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ പണി തന്നെ. ഇപ്പം തന്നെ ഞാൻ ഏതാണ്ട് 300 രൂപ കൊടുത്തു, ഒരെണ്ണത്തിന് 100 രൂപയാണ്. ആ 300 രൂപ കൊടുത്ത് ഞാനിപ്പോൾ ഈ സാധനം മേടിച്ചോക്കാം കേട്ടോ. ഇറങ്ങിപ്പോയൊന്നും അറിയത്തില്ല കേട്ടോ. ഇല്ല, ഇറങ്ങിപ്പോയി കാണൂല്ലേ ഇവനത്. എല്ലാ സാധനം കൊണ്ട് വേഗം വെച്ചതാണ്, ഇത് വെച്ച് വേണം പിടിക്കാൻ വേണ്ടി. ഇനി അടുത്ത ഏതെങ്കിലും കട കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സാധനം മേടിക്കണം. ഇന്നെന്തായാലും ഇപ്പം ഇന്നലെ നമ്മൾ വണ്ടി കിടന്നാലും ഇന്ന് കിടക്കാൻ പറ്റൂല, കാരണം പിടിക്കണം. അതായത് എന്ത് വിശ്വസിച്ച് കിടക്കും എന്റെ പാസ്പോർട്ട്. എത്ര കേസ് സാധനം എത്ര ലക്ഷം രൂപ പോയി, അതിലൊക്കെ എന്തോരം ലക്ഷങ്ങൾ കണക്കിന് രൂപ പോയെന്നറിയാം ഞങ്ങളുടെ ഇന്ന്. ഇതുകൊണ്ടോ എല്ലാം ഇതിൻ്റെ അകത്തുള്ള ട്രങ്ക് പെട്ടിക്കകത്ത് കെട്ടി പൂട്ടി വെച്ചേക്കുവാണ്. ഞാൻ കുറച്ച് നേരം കാണിച്ചു തരാം. ഇപ്പം ഞാൻ വണ്ടി നിർത്താനുള്ളൊരു മെയിൻ കാരണം ടയറും ചൂടായി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, കുറേ സ്ഥലത്ത് പൊട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ പൊട്ടലും സാധനമൊക്കെ വിഷയമാണ്. ഡ്രമ്മ് വലിയ കുഴപ്പമില്ല. ഡീസൽ അടിച്ചിട്ട് ഗേജെ കാണിക്കുന്ന പോലും ഇല്ല, ഇതിനകത്തൊന്നും ഇല്ലടാ ലിബി. 30 ലിറ്റർ അടിച്ചിട്ടുണ്ട്. എത്ര? 30 ലിറ്റർ. ഇത് കണ്ടോ, ഫുള്ള് ഞങ്ങൾ ലോക്കിട്ട് പൂട്ടിയാക്കോട്ടെ. എല്ലാം ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ ലോക്കിട്ട് എല്ലാ സാധനവും പൂട്ടി നല്ല വൃത്തിയാക്കിയാണ് വെച്ചാക്കുന്നത്. ഇനി ഓരോ 100 കിലോമീറ്റർ കഴിഞ്ഞാലും ടയർ നിർത്തണം കേട്ടോ, ഇല്ല ടയർ വെടിക്കും. 100% ഉറപ്പാണ്. ഞാൻ കാണിച്ചു തരാം ഹോള്, അതൊന്ന് മാർക്ക് ചെയ്യണം. അത് വലുതാകുന്നതുകൊണ്ട് പണിയാണ്.
പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് അലമ്പ് സൗണ്ടുകളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്നുണ്ട്. ചില സമയത്ത് വണ്ടിക്ക് ഒരു കുടച്ചിലുണ്ട്, പിന്നെ ഒരു മണിയടി സൗണ്ടൊക്കെ ഇടയ്ക്ക് വരും. പിന്നെ ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഇത് ലീക്കാണ്, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഓരോന്ന് പറയുന്നത്. അത് ഇവിടുന്ന് വണ്ടി മാറ്റട്ടെ, നമുക്ക് വണ്ടി ഇത്ര ഫ്രണ്ട്ലി രാജസ്ഥാൻ കടത്താൻ പറ്റുമോ നോക്കട്ടെ. 1:37 ലിവിനെ, 1:37. ഒന്നാമത്തെ കാര്യം ഇതിനകത്തൊന്ന് ഉറപ്പ് ഇരിപ്പുറച്ച് ഇരിക്കാനും പറ്റൂല. കാരണം ഇതിങ്ങനെ ഇങ്ങനെ ഓടി നടക്കുക. ചെറുതുങ്ങളാണ്, വലുതൊന്നുമല്ല, ചെറുതുങ്ങളാണ്. 4 എണ്ണം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരെണ്ണം ഉള്ളതെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഒന്നൊന്നും അല്ല കേട്ടോ, ഒന്നിൽ കൂടുതലുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് ആ മീറ്ററിൻ്റെ അതിൽ എത്തി നോക്കുക, അതാ പേടി. ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഞങ്ങൾ പൊളിച്ചായിരുന്നു. വാ, നീ അപ്പുറത്തോടെ കയറി വേണം. ഓ, കൈ എങ്ങനെയൊന്നും കഴുകുക, വെള്ളം വെച്ച് കഴുകുക. എന്തിയാ പുതിയ വെള്ളം എന്തിയാ? എന്നാ ഓയില് പോവോ? ആ ഇപ്പൊ ഒരു സാധനം ഇതിൻ്റെ അകത്ത് എടുക്കാൻ പോലും പറ്റില്ല, എല്ലാം എലി തൊട്ടതായിട്ടാ മനസ്സിൽ. നിന്റെയോ? ഞാൻ ചോറ് പോലും സത്യം പറഞ്ഞാൽ കഴിച്ചില്ല. ഞാൻ ആ ചോറ് എടുക്കാൻ വേണ്ടി ഇപ്പൊ അടുത്തൂടെ എലി എത്തി നോക്കിയത്. ഇനിയൊരു വെളുപ്പും ചാര നിറം കൂടി ഇതിൻ്റെ അകത്ത സാധനം ഉള്ളു. ഇതിന്റെ അകത്തൂടെ ഇടയ്ക്ക് എത്തി നോക്കുന്നുണ്ട്. ഇതിപ്പോ ഞങ്ങളിങ്ങനെ തുറന്നായിരുന്നു മൊത്തം, എന്നിട്ട് ഞങ്ങള് മൊത്തം തീ കത്തിച്ചു. പറയാൻ പറ്റണ്ടേ, അപ്പത്തേക്ക് മൊത്തം വേർപ്പാ. മൊത്തം തീ കത്തിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട്. ഇവിടെ ഞങ്ങളുടെ ബാഗോ സാധനങ്ങളോ ഞങ്ങളുടെ അപ്പോൾസറിയോ ഒരു സാധനം ഇടില്ല, എല്ലാം എടുത്ത് മാറ്റി, എല്ലാം ബാക്കിലേക്ക് മാറ്റി. അതിനെ എങ്ങനെയും പിടിക്കണം കൈസ്, 100% പിടിക്കും. അവനെ ഇന്ന് നമ്മൾ തുരത്തൂലടാ ഇവനെ. ഒന്നും അല്ല ഇവനെ, ഒന്നും അല്ല. ഇഷ്ടം പോലെ തുറപ്പനല്ലേ ഏതെന്നെ കാര്യം, ഇവനെ വിടാൻ വേണ്ടി പറ്റൂല. വിട്ട് നമ്മൾ ദയ നോക്കി വിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവൻ ആ വയറുകൾ മൊത്തം എവിടെ കൊണ്ട് ശരിയാക്കും. ഇനി ഒരു മര്യാദയ്ക്ക് ഒരു ബെൻസ് ഞങ്ങൾ പണിത് വെച്ചാ, ഈ തുറപ്പം കയറിയിട്ടാണ് ഞങ്ങളുടെ ബെൻസ് കളഞ്ഞത്, ഈ തുറപ്പം കയറിയിട്ടാണ് നമ്മുടെ ട്രാവലർ കളഞ്ഞത്. അല്ലേ, ഈ തുറപ്പനെ ഞങ്ങൾ വെറുതെ വിടൂല ഈ പക്ഷം. അവിടുന്ന് കയറി കൂട്, ഇതിനകത്ത് കൂടുണ്ടായിരുന്നു കേട്ടോ, കൂട് കൂടി. ഞാൻ ആ വാച്ച് ചെയ്യുന്നത് അവരോട് പറഞ്ഞാ, ചേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് നോക്കിയിട്ട് വേണേ ചെയ്യാൻ. ഗൈസ്, നമ്മുടെ വണ്ടി ഒരു 2 മിനിറ്റ് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന ടാങ്ക് കണ്ടോ, ഈ ടാങ്ക് ഇത് ഇറങ്ങിപ്പോകും കേട്ടോ. ഇത് അതേപോലെ തന്നെ ലോക്കാണ്, വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് ലീക്കാട്ടോ. ഇനി കുറച്ചും കൂടെ ഓടിക്കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാവും എന്നുള്ളത്. ഇതൊന്നും കറക്റ്റൊന്നും അല്ല, ഫ്യൂൽ ഗേജും സാധനങ്ങളൊന്നും വർക്ക് ചെയ്യുന്നത്. ഇതും കറക്റ്റല്ല, ഇത് കുഴപ്പമില്ല. ഇത് പിന്നെ വർക്കും അതില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് നമ്മൾ ഓടിക്കുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കാണ്. പിന്നെ നിങ്ങളോട് ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം, നമ്മളെപ്പോഴും സത്യസന്ധമായിട്ട് പറയത്തുള്ളൂ. ഈ വണ്ടി ആർമിയുടെ ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് ഭയങ്കര ബഹുമാനം, പിന്നെ എന്താ പറയുക, നമുക്കൊരു ഭയങ്കര പ്രത്യേക പ്രിവിലേജ്, പിന്നെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഭയങ്കര സന്തോഷം കേട്ടോ ഈ വണ്ടി പോകാൻ നേരത്ത്. എല്ലാ സ്ഥലത്തും നമ്മളിപ്പോൾ ഒരു പമ്പിൽ ചെല്ലാൻ നേരത്ത് സാധാരണ നമ്മൾ വണ്ടികളിൽ ചെല്ലാൻ നാട്ടുതുപ്പ് തെറിയായിരിക്കും. വണ്ടി കൊണ്ട് ചെല്ലാൻ നേരത്ത് നമുക്ക് വെള്ളം, ഞങ്ങൾ ഫുള്ള് വെള്ളം അടിച്ചോക്കാം. വണ്ടിക്കകത്ത് മൊത്തം 10-50-60 ലിറ്റർ വെള്ളം. പിന്നെ അതുപോലെ എവിടെ വേണമെങ്കിലും വണ്ടി പ്രിവിലേജാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് ഈ വണ്ടി പോകാൻ നേരത്ത്. ആരുടെ വണ്ടിയാന്ന് ചോദിക്കുമ്പോൾ ഇത് പേഴ്സണൽ വണ്ടിയാന്ന് പറയാം. നമ്മൾ പ്രത്യേകം എടുത്ത് അവരോട് പറയും എന്താ വണ്ടി എങ്ങനെയാന്ന് ചോദിക്കുന്നത്, പേഴ്സണൽ വണ്ടിയാന്ന് പ്രത്യേകം പറയും. ഈ ഫാനൊക്കെ പേരിനാട്ടോ, കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചൂട് കാറ്റാണ് കുറച്ച് വരാൻ നേരത്ത്. വണ്ടി എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ വണ്ടി ഇപ്പം ഇതിൽ നിൽക്കുവാണ്, അതായത് എയറില്ലാതെ നിൽക്കുവാണ്. നമുക്ക് ഓരോ 100 കിലോമീറ്ററിലും വണ്ടി നിർത്തണം. നമുക്ക് നിർത്തണം. അടുത്ത് നമ്മുടെ രാജസ്ഥാനിലെ ലൊക്കേഷൻ 400 കിലോമീറ്റർ അടുത്തുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത്രയും കിലോമീറ്റർ ഒന്നും ഓടാൻ പറ്റും. ഒരു ദിവസം മാക്സിമം 300 കിലോമീറ്റർ ഓടാൻ പറ്റും, ഏറ്റവും കൂടിയത്. ഈ നല്ല ടയർ ആണെങ്കിൽ ഇതൊന്നും വിഷയമല്ല. കാരണം ഞങ്ങളുടെ ടയറിൽ എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു 6-7 വിള്ളലുണ്ട്. വിള്ളലല്ല, തുള. ഏറ്റവും കൂടുതൽ പ്രശ്നം ഫ്രണ്ട് ടയറിനാ, ബാക്ക് ടയറിന് അത്ര വിഷയമില്ല. ഫ്രണ്ട് ടയർ അത്ര കുളവില്ലേ. ഈ മനുഷ്യൻ ഈ എന്നാ പറയാ, അതായത് ഒന്ന് ചാലുവായി വരുമ്പോ എലിയായിട്ട് പോലും ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ അല്ലേടാ ലിവിനെ? സത്യം. ഒന്ന് ഇതിന്റെ അകത്ത് കയറി, അതിനകത്ത് കയറി അല്ല ഇതിന്റെ അകത്തുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയ ഗ്യാപ്പില് ഇതിന്റെ അകത്തുണ്ടാവും, ഉറപ്പാ. ഇതിനകത്ത് ഞങ്ങള് മറ്റേ സാധനം 3 നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് കിറ്റും കൂടെ മേടിക്കാൻ കിട്ടുമെന്ന് നോക്കാം. കിറ്റും കൂടെ അടിച്ചിട്ട് മൊത്തം അടിച്ചിട്ട് ഇതെല്ലാം നിരത്തി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് തൂത്ത് ലെവലാക്കി എല്ലാം വെച്ചിട്ട് കുറച്ച് ഇതുണ്ട്, ഈ പൊട്ടറ്റോ ചിപ്സും ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ടൊമാറ്റോ സാധനം ഇട്ടിട്ട് അവന് ഇഷ്ടമുള്ള സാധനം എല്ലാം കൊടുക്കാം. എന്നിട്ട് അവൻ വെച്ചിട്ട് വേണം പോകാൻ വേണ്ടി. കൈസ് ഇന്നലെ ഇതിനകത്ത് കിടന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാട്ടോ വിഷമം. അല്ലടാ, മിക്കവാറും ഇന്നലെ രാത്രി എലിയൊക്കെ നമ്മുടെ മേളിൽ കൂടെ ഒക്കെ പോയവന്. കൊതുക് നീയല്ല പറഞ്ഞേ നിന്റെ മുഖത്ത് വന്ന് ഈച്ചി ഇരുന്നിട്ട് ഏറ്റെന്ന്. മിക്കവാറും ഇത് എലിയായിരിക്കും. കൈസ് ഈ എന്താ പറയാ, ഈ AC ഒന്നും ഇല്ലാതെ ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള ക്യാബിനിലിരുന്ന് വണ്ടി ഓടിച്ചു പോകുന്ന ഡ്രൈവർമാർ സമ്മതിക്കണം കേട്ടോ, സമ്മതിക്കണം. അവരൊക്കെ ഉണ്ടല്ലോ ഇത്രയും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മുടെ രാജ്യത്തിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പോഴാണ് ഇപ്പോൾ AC ഒക്കെ വേണം നിർബന്ധമാക്കിയ. ഈ പല മുതലാളിമാരും അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി തൊഴിലെടുക്കുന്നതിന് ഒരു മാങ്ങയും തേങ്ങയും കൊടുക്കത്തില്ലായിരുന്നു. ഇപ്പൊക്കെ മാറി വന്നു. കാരണം പുതിയ പിള്ളേരുടെ കയ്യിലൊക്കെ വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ
ഡ്രൈവർമാർക്കൊക്കെ അത്യാവശ്യം അല്ലേ? അതെ. പുതിയൊരു സൗണ്ടാ. എന്നാ എനിക്ക് ഷോക്ക് കംപ്ലൈന്റ് ആ വണ്ടിയുടെ. ആണോ? വണ്ടിയുടെ ഷോക്കിന്റെ ഈ റോഡ് ഉണ്ടല്ലോ, ഈ റോഡിൽ എന്തെങ്കിലും ഒരു പ്രതലം, അതായത് ഇതിന്റെ ഒരു ഘടനയിൽ എന്തെങ്കിലും വ്യത്യാസം, അത് കറക്റ്റ് ഈ വണ്ടിയിൽ മനസ്സിലാവും അല്ലടാ ഇവനെ? അതെ ഇവനെ എനിക്ക് ഒരു കാര്യം പറയണ്ടേ. പണ്ട് കാലത്തെ ഡ്രൈവർമാരില്ലേ, പണ്ട് അതായത് ഒരു 20-25 കൊല്ലം മുന്നേ ഓടുന്ന എന്റെ അപ്പന്റെ ചേട്ടന്മാരൊക്കെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയമില്ലേ, അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടത്ത് ഒരു AC സിംഗിൾ ലൈനാ. സിംഗിൾ ലൈൻ അന്നെന്ന് വെച്ച് കഴിഞ്ഞാല് കുഴപ്പമില്ലടാ, അന്ന് കാലാവസ്ഥ ഒന്നും ഇത്ര വിഷയമല്ല. ഇപ്പോഴാണ് ഇത് ഭയങ്കര പാട്. 42-ലൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്ന കാര്യം നിങ്ങൾ ആലോചിച്ചു. രാത്രി ഈ കിടന്നുറങ്ങുന്ന കാര്യം, ഇങ്ങനെ ഈ വണ്ടി നിർത്തിയിട്ട് ഈ എഞ്ചിന്റെ ചൂടും ക്യാബിന്റെ ചൂടും ഇതെല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ കൊള്ളുമായിരുന്നു. അതായത് ഇന്നലെ വന്നിട്ട് അവസാനം ഞങ്ങള് വണ്ടി തള്ളിയ എന്ന് പറഞ്ഞിട്ട് തള്ളിയ പോട്ടെ, രാവിലെ തള്ളാന്നും വെച്ചിട്ട് ഞങ്ങൾ ഫാൻ ഇട്ട് കിടന്നു. പക്ഷെ ഫാൻ ഇട്ടപ്പം ബാലറ്റിൽ ഒന്നും ഇറങ്ങി പോയില്ല. ഇല്ല, എനിക്ക് തോന്നുന്നത് 2 മണിക്കൂറൊക്കെ ഫാൻ ഇടുന്നതിന് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് പിടിക്കൂല. ഒന്നാമത്തെ കാര്യം ടയറിന് ഒടുക്കത്തെ ചൂടാണ്. ഈ നട്ടുച്ചയ്ക്കൊന്നും വണ്ടി ഓടിക്കാനേ പറ്റിയല്ല. നോക്കിയേ, ഈ കാണുന്ന ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. 4 വരിപ്പാതയാണ്. ഇതുവരെ പഞ്ചാബ് രാജസ്ഥാൻ ബോർഡർ എത്തിയിട്ടില്ല കേട്ടോ. അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ നേരെ എവിടെ എത്തും? രാജസ്ഥാനിലെത്തും. ഇന്നലെ നമ്മൾ രാജസ്ഥാന്റെ ക്ലൈമറ്റ് നോക്കാൻ നേരത്തെ രാജസ്ഥാനിൽ ഇത്ര ചൂടില്ല. 28, 29, 30 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നമുക്ക് താങ്ങാൻ വേണ്ടി പറ്റുന്ന അത്ര ചൂടുള്ളൂ. രാത്രി ആകുമ്പോഴത്തേന് ഒരു 27, 26 ഒക്കെ വരുന്നുണ്ട് അവിടെ അല്ലെ പിന്നെ രാജസ്ഥാനില്. അറിയത്തില്ലടാ ഇനി അങ്ങനെ എല്ലാവരെയും സംഭവങ്ങളൊക്കെ ആണെന്നാ പറഞ്ഞത്. ഇതുവരെ നമുക്ക് മഴയൊന്നും കിട്ടിയൊന്നുമില്ല. സാധാരണ ഈ സമയത്ത് നമ്മൾ യാത്ര ചെയ്യാൻ നേരത്ത് നമുക്ക് നല്ല മഴ. റൂട്ട് പിടിക്കാനുള്ള മെയിൻ കാരണം തന്നെ ഞങ്ങൾ അപ്പുറത്തെ റൂട്ടിൽ പോയി മടുത്തു. റോഡിന്റെ സൈഡ് മൊത്തം നെല്ലാട്ടോ. ഫുള്ള് നെൽപ്പാടം എന്ന് വെച്ചാൽ ഫുള്ള് നെൽപ്പാടാണ്. ഇപ്പം കതിര് നടുന്ന സമയം തോന്നല്ലടാ. 2 പേരുണ്ട്. ഒന്ന് വിളവെടുക്കാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ട്, അതേപോലെ പുതിയ കളമ്പ് കുത്തി വെക്കും. ഇതാണ് ഏറ്റവും വലിയ റിസ്ക് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം. ഈ സിഗ്നൽ പോലുള്ള വണ്ടികൾ സൈഡ് ആക്കാൻ നേരത്തെ നമ്മൾ വിചാരിക്കും ഇത് പെട്ടെന്ന് അങ്ങോട്ട് മാറുന്നോർത്ത് നമ്മൾ പാഞ്ഞൊരിക്കലും പറ്റില്ല. അവർ ഇൻഡിക്കേറ്റർ ഇടൂല, ഒന്നും ഇടൂല, നേരെ അങ്ങോട്ട് പോയി കയറ്റുള്ളൂ അല്ലേ. ശ്രദ്ധിച്ച് വേണം വരാൻ വേണ്ടി. എപ്പോൾ അടി പൊട്ടുമെന്ന് പറയാൻ പോലും പറ്റില്ല കേട്ടോ. നമ്മളെപ്പോഴും ഈ ഹൈവേയിൽ ലോറികൾ കൊടുത്ത് ഓടിക്കുന്നത് എപ്പോഴും റിസ്ക്കാണ്. കാരണം ആൾക്കാർ എപ്പം ചിന്തിക്കുക എന്ത് ചിന്തിക്കുന്ന അറിയത്തില്ല. നേരത്തെ ഒരുത്തൻ ഉറങ്ങി തൂങ്ങി ഓടിക്കായിരുന്നു, എന്നിട്ട് നിന്ന് പോവാ വണ്ടി. ഞാൻ കൊറേ ഹോൺ അടിച്ചു നോക്കി. നേരത്തെ അവിടെ നിന്നല്ലേ. വേറൊരു കാര്യം ഉണ്ടോ, എനിക്ക് തെറ്റുപറ്റിപ്പോന്ന് ഞാൻ വിചാരിച്ചേ. അതായത് അപ്പുറം ട്രാക്ക് കൊണ്ട് ഇപ്പുറം ഒരാൾ നേരെ ഒരു ലോറിയും കൊണ്ട് ഇവിടെ സർവ്വസാധാരണ. ഞാൻ ഇവരോട് പറഞ്ഞു, ഇവരെ നമുക്ക് തെറ്റുപറ്റി, നമ്മൾ അപ്പുറമായിരുന്നു ഓടേണ്ടത്. പിന്നെ അപ്പുറത്തോട് തിരിഞ്ഞു വെക്കാൻ നേരത്തെ അപ്പുറം ലൈൻ കിടക്കുവാ. എന്നിട്ട് അവൻ നമ്മളെ തെറിയാ, അവൻ മാറി കയറി വന്നിട്ട്. നമ്മളീ പോകുന്ന റോഡ്, ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന റോഡ് അമൃത്സർ വരെ ആ റോഡൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പോകുന്ന റോഡ് ഇത് രാജസ്ഥാനാണ്. ഈ റോഡ് രാജസ്ഥാൻ, ഗുജറാത്ത്, കർണാടക, അല്ല മഹാരാഷ്ട്ര. നമ്മൾ ഏറ്റവും കൂടുതൽ പാടുപെടാൻ പോകുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും സാധനങ്ങളൊക്കെ. ഒരു ദയയില്ലാത്ത ആർക്കെയും പോലീസോ കുറെയൊക്കെ പൂട്ടിപ്പോയി കേട്ടോ. കുറെയൊക്കെ ഗവൺമെന്റ് തന്നെ പൂട്ടി. എന്നിട്ടും അവിടെ അനധികൃതമായിട്ട് ഇപ്പോഴും പിരിവാ. പിന്നെ 10 കോടി രൂപയുടെ കൈക്കൂലിയൊക്കെയാണ് ഒരു ദിവസം അവർ പിരിച്ചോണ്ടിരുന്നത്. അവർ ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്നത് അവര് നിർത്തുവോ? സിമെന്റ് വണ്ടി പോകുന്നു. സിമെന്റ് കൊണ്ട് ഇത് എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നതാണോ അല്ല കൊണ്ടുവന്നിട്ട് തിരിച്ചു പോകുന്നതാണോ? കൊണ്ടുപോയിട്ട് തിരിച്ചു പോകുന്ന അത് ലോഡില്ല വണ്ടിക്ക് അല്ലേ. കണ്ടില്ല, തുള്ളുന്ന കണ്ടില്ലേ വണ്ടി. സത്യം പറഞ്ഞാൽ ഈ ഡ്രൈവർമാരൊക്കെ കാര്യം ഭയങ്കര കഷ്ടമാട്ടോ. ഇത് ഓടിക്കാൻ നേരത്തെ ഇന്നലെ രാത്രിയിലൊക്കെ ഞാൻ കുറേ ഇരുന്ന് ചിന്തിച്ചു. ഈ കഷ്ടപ്പെട്ട് ഓടിച്ച് കൊണ്ടുപോകുന്ന ഓരോ സംസ്ഥാനത്ത് എത്തുമ്പോൾ ഈ പോലീസുകാർ ആർട്ടിമാരെ പിടിയലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നാട്ടുകാർ തെറിയും ഒരുമാതിരി എന്നാ പറയാ, ചെയ്ത ജോലിക്ക് ഒരു രീതിയിൽ അംഗീകാരം കിട്ടാത്തൊരു ജോലിയാട്ടോ ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റു പല രാജ്യത്തും കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് ഭയങ്കര കഷ്ടം. ഇപ്പോഴും കാണുന്നത് വേറൊരു രീതിയിലാണ്. ഞാൻ ഇന്നലെ കിടന്നുറങ്ങാൻ നേരത്തെ ഇങ്ങനെ ചിന്തിച്ചു, വേർത്ത് കുളിക്കുക, അതിൻ്റെ ഇടയ്ക്ക് കൊതുക് കടിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഈച്ച, ഇതെല്ലാം കൂടി ആയിട്ടൊരു എന്താ പറയാ. പണ്ട് ഓമിന് യാത്ര ചെയ്തപ്പോലും ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടില്ല. ആ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഓരോരുത്തരൊക്കെ അവസ്ഥയായി. അതോ ഈ ഓടിക്കഴിഞ്ഞാൽ എന്നാ 1000, 1500 രൂപ ഒക്കെ കിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെയല്ല. ഇവിടെ മാസ ശമ്പളം 28,000, 25,000, 30,000 ഒക്കെ നോർത്ത് ഇന്ത്യ 15,000 രൂപ വരെ കിട്ടുന്ന ഡ്രൈവർമാരുണ്ട്. നമ്മളന്ന് ട്രെയിലർ കണ്ടല്ലേ. വേറൊരു കാര്യം കൂടി ഉണ്ട്. അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ഇനിയുള്ള സാഹചര്യത്തില് ഈ സാധനത്തിനൊക്കെ തീ പിടിച്ച വിലയിൽ എങ്ങനെ ഈ പൈസയൊക്കെ ഇട്ട് ജീവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, സാധനങ്ങൾക്ക് വില കൂടുകയാണ്. എന്നാൽ ആൾക്കാരുടെ ശമ്പളം കൂടുന്നില്ല കേട്ടോ. അതൊരു വലിയ പ്രശ്നം തന്നെ. കാരണം ഇപ്പൊ ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും
എല്ലാവരും ജോലിക്ക് വല്ല ഒരു കുടുംബം ഇപ്പം നല്ല രീതിയിൽ പോവുള്ളൂ. ഭയങ്കര കഷ്ടം കേട്ടോ, ഭയങ്കര കഷ്ടം. അതായത് ഈ വണ്ടി കടന്നിങ്ങനെ പോകാൻ നേരത്ത് ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോട്ടായിരുന്നു. ലിവിങ് കൈകോട്ടുന്നു, ഞാൻ കൈകോട്ടുന്നു. എന്നാ ഈ പറഞ്ഞ കൊതുകിനായിരുന്നു. വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതേപോലെ തന്നെ ഈ പല ഡ്രൈവർമാർക്കും പല പമ്പിലും പല സ്ഥലത്തും ഒരു ബാത്റൂം പോലും കൊടുക്കില്ല. ചിലവന്മാരെ നശിപ്പിക്കുക, വേറെ സത്യം. ഇപ്പൊ എല്ലാ പമ്പിലും താക്കോല് പൂട്ടിയിട്ടാക്കുക, എണ്ണ അടിക്കുമ്പോഴൊക്കെ കിട്ടത്തുള്ളൂ. ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പം ഈ യാത്രയിൽ നമ്മൾ വരാൻ നേരത്തെ എല്ലാ സ്ഥലത്തും കിട്ടില്ല ബാത്റൂമായിരുന്നു. ഈ റോഡ് നല്ല റോഡ്. ഇത് പഞ്ചാബ് ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് കിടക്കുമ്പോൾ കാണാം, വൃത്തിയൊന്നും ഉണ്ടാവൂല. പഞ്ചാബിലും നമ്മുടെ കേരളത്തിലെ പോലെ അത്യാവശ്യം എല്ലാം കുളിക്കാൻ പോലും വെള്ളം കിട്ടില്ല. ഉണ്ടോ വരാൻ പോകുന്നത് ചൂടായതുകൊണ്ടല്ലേ. ഡാബേ കയറി ഭക്ഷണം കഴിക്കുവാണെങ്കിൽ അവിടെ കുളിക്കാനുള്ള സെറ്റപ്പ് അവർ ചെയ്തു തരും. അതിന് കൂടുതലും പിന്നെ വെജ് ധാബകളാണ് കൂടുതലും. നോൺ വെജ് ധാബകളൊക്കെ ഭയങ്കര കുറവാണ്. മൂളിക്കൂളി പോകുന്നുണ്ടെങ്കിലും 80-ന് മേളിൽ ഹീറ്റിംഗ് കയറില്ല കേട്ടോ. 80-ന് മേളിൽ ഹീറ്റിംഗ് കയറി കഴിഞ്ഞാൽ പണിയാണ്, പരിപാടി പാളും. ഗ്ലാസ് പോലും നിങ്ങൾ നോക്കിയേ, ഇതിന് എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചെന്നറിയാം. ഇതിൽ സ്മെല്ല് കിട്ടുന്ന സാധനം, ഗ്ലാസ് വൃത്തിയാക്കുന്നത്, ബേക്കി കിടക്കാനുള്ള ബെഡ്ഷീറ്റ്, തലമണ, എന്തൊക്കെ സാധനം ഈ വണ്ടിക്ക് വേണ്ടി ഞങ്ങൾ മേടിച്ചെന്നറിയാം. ഏതാണ്ട് 10-14,000 രൂപയുടെ സാധനം തന്നെ വാങ്ങിച്ചു. ഇടാൻ പറ്റില്ല, എലി കാരണം എല്ലാം മൂടും പോയിട്ടോ. ഒന്നും പറയണ്ട. രാവിലെ മുതല് അവിടെ ആരോ അവരുടെ പശുവിനോ എന്തോ സാധനത്തിന് കച്ചി മറ്റേ ഈ കൃഷി ചെയ്ത് വെച്ചാക്ക് വരുന്നുണ്ടോ. അതിൻ്റെ അകത്തുനിന്ന് ഞാനെടുത്ത് ഈ താഴെ കാണുന്ന പെട്ടി കണ്ടോ, ഈ ഒരു മെഡിക്കൽ പെട്ടി, അതിൻ്റെ അകത്ത് ഇട്ടിട്ട് തീ കത്തിച്ചു. എന്നിട്ട് അത് വെച്ച് ഇതിൻ്റെ അകത്ത് തീ കത്തിച്ചു നോക്കി, എന്നിട്ടും രക്ഷയില്ല. വേറെ കാര്യമുണ്ട്, ഞാൻ ഈ വണ്ടി നന്നിട്ട് ഇറങ്ങി ഓടി, അതുകൊണ്ട് എലി ഇറങ്ങി ഒന്നില്ല. ഇതിനൊക്കെ എന്നെ ആരോഗ്യമാണെന്ന് വിചാരിച്ച്. ആരോഗ്യമല്ല, ഇങ്ങനെ ഇതിന് കറക്റ്റ് ചാലറിയാടോ. ഇതിന്റെ ബുദ്ധി നീ ആലോചിക്കണേ. കറക്റ്റ് ആ ചാലിൽ കൂടി ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകുന്നു. എന്തായാലും നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം. കണ്ണ് പോലും കാണൂല. എല്ലാ സാധനം ബേക്കിലെടുത്ത് ഞാൻ പൂട്ടി കെട്ടി വെച്ചാക്കും കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് എല്ലാം ഒന്ന് ലെവലാക്കണം. എന്തായാലും തന്നെ പുതിയ അടി. ഇവിടെ പല കണ്ടത്തിലും വെള്ളം കയറി കിടക്കുവാണല്ലോ. വെള്ളം കയറ്റിയിട്ടാക്കുന്ന ഞാറ് പുതിയ നട്ടിട്ടുണ്ട്, അപ്പൊ കയറ്റിയിട്ടാക്കുന്ന വെള്ളം പല സ്ഥലത്തും ഇതേപോലെ വെള്ളം കയറി കിടപ്പുണ്ട് കേട്ടോ കണ്ടത്തില്. ജിയോയിലും നയാരയിലും എല്ലായിടത്തും ഒരേ പൈസയാണല്ലോ. 95 രൂപ എണ്ണയ്ക്ക്, 95 രൂപ. രാജസ്ഥാനിലാണ് എവിടെയാണ് എണ്ണ കുറവ്? എനിക്ക് തോന്നുന്നത് രാജസ്ഥാനിൽ തന്നെയാണ് കുറവ്. എണ്ണ അടിക്കണം കേട്ടോ. ഒരു ടാങ്ക് 160. എന്തായാലും എണ്ണ അടിച്ചത് എല്ലാരും പറയും 100 ലിറ്റർ വരെ എണ്ണ കിട്ടും. റോഡ് വലിയ കുഴപ്പമില്ലല്ലോ. പിന്നെ 2 വരിയാണെങ്കിലും റോഡാ, വലിയ തിരക്കും സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. 2 വരിയാണെങ്കിലും ഇത് ചെന്ന് കയറുന്ന 66 കേട്ടോ. ഇതൊരു ഹൈവേയാ. ഇത് നമുക്ക് അഹമ്മദാബാദ്, സൂറത്ത് അഹമ്മദാബാദ് ഔട്ടർ കൂടെ ഈ വണ്ടി പോവോ. പിന്നെ കുറെ അധികം ആൾക്കാര് വേറെ ഫോൺ കോൾ, അതായത് അവർക്ക് അവിടുന്ന് കുറെ സാധനം എടുക്കാണ്ട്, ഇവിടുന്ന് കുറെ സാധനം എടുക്കാണ്ട്, അതെടുക്കാണ്ട്, ഇതെടുക്കാണ്ട്, പിന്നെ അവിടുന്ന് എടുക്കാം, ഇവിടുന്ന് ഇങ്ങനെ ചോദിക്കുന്നവരോട് നമ്മുടെ വണ്ടിക്കകത്ത് നമുക്ക് അങ്ങനെ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ പല ബോർഡറുകൾ കടന്ന് വരുന്നതാണ്. ഇതൊക്കെ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഈ വണ്ടിക്ക് ബില്ലും കാര്യങ്ങളും എല്ലാ സാധനവും ഉള്ളതാണ്. അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം നമുക്ക് കാണിക്കാനുണ്ട്. നമ്മുടെ കുറേ പേര് ജിപ്സി വെച്ചുകൊണ്ട് വരാവോ, ക്യാബിൻ എടുത്തുകൊണ്ട് വരാവോ, പിന്നെ അവിടുന്ന് ആ സാധനം എടുത്തുകൊണ്ട് വരാവോ, ഈ സാധനം എടുത്തുകൊണ്ട്, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതായത് ഓരോ ബോർഡറുകളിൽ കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പം ബില്ലും കാര്യങ്ങളും ഇതൊക്കെ കാണിച്ചു കൊടുക്കണം, GST ബില്ലും സംഭവങ്ങളൊക്കെ. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് പ്രൈവറ്റ് വണ്ടിയാണ്, അതായത് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. കുറേ പേര് കുറേ ആവശ്യങ്ങളായിട്ട് വിളിക്കുന്നുണ്ട്. നമ്മുടെ അവസ്ഥയെ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. അമ്മാതിരി ചൂടെന്ന് വെച്ചാൽ അമ്മാതിരി ചൂടാണ്. ചൂട് നമുക്കൊരു വിഷയമല്ല, കണ്ണിലോട്ട് ഈ വേർപ്പിറങ്ങുമ്പോൾ എരിച്ചിലാണ് വിഷയം അല്ലേ. നോക്കിയ ഒരു വർത്താനം റോഡിന്റെ സൈഡിൽ നിന്ന് വർത്താനം പറയാം 2 പേരും. എങ്ങനെയുണ്ട് കണ്ടോ? അതിൻ്റെ അപ്പുറത്തോട് ഞാൻ എങ്ങനെ ഒടിച്ചു മാറ്റും. ഫുള്ള് വണ്ടിയാണ്. നോക്കിയേ, ഇത്ര വണ്ടികളാണ് വന്ന് നിൽക്കുന്നത്. നോക്കിയേ തന്നെ ചെയ്യുന്നത്. ക്യാക്കറിയാ അവര് വിറകെടുക്കാൻ വേണ്ടി പോകുന്നവരെ, ഹോട്ടലിലോട്ട് വിറകെടുക്കാൻ വേണ്ടി പോകുന്ന നല്ല ആൾക്കാരാണ്. റോഡിന്റെ നടുക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്താണ്. ഇവർക്ക് മുന്നിൽ എന്താ വരണ്ടെന്ന് ഒരു ചിന്തയില്ല. ഇവനെ ഫരീദാബാദ് ആയിരിക്കും. അല്ല, ഫരീദാബാദ് അല്ല, ഫരീദാക്കോട്ട് എന്നാണ്. KOT. അതിന്റെ ഔട്ടർ വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതിന്റെ ഔട്ടർ വഴി നമ്മൾ നേരെ ഇനി ചെല്ലുന്നത് രാജസ്ഥാൻ ബോർഡറിലേക്കാണ്. രാജസ്ഥാനിൽ നിന്ന് ഞാനൊരു ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരെ രാജസ്ഥാനിൽ നിന്ന് ഗുജറാത്താണ്. ഇതൊക്കെ ഓടി എത്ര കുറച്ച് ദിവസം ഞങ്ങൾ എങ്ങനെ ഗൂഗിൾ മാപ്പ് വെക്കുന്നറിയാം. ഓരോ സ്ഥലത്തോട്ട് അങ്ങ് വെക്കുക, അന്ന് ഒരുമിച്ച് വെക്കൂല. അതെ, അങ്ങനെ ഇച്ചയുടെ റൂട്ട് നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ അതേപോലെ നമുക്ക് കട്ട് റോഡിൽ കൂടെ ഒന്നും കയറ്റി വിടൂല. മറ്റ് നമ്മുടെ കയ്യിലുള്ള വണ്ടി പോലെ അല്ല കേട്ടോ ഈ വണ്ടി.
ഈ വണ്ടിക്കകത്ത് നല്ല സൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും വ്യക്തമായിട്ട് അങ്ങനെ മനസ്സിലാകണമെന്നൊന്നുമില്ല. നല്ല സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൗണ്ടാണ് വണ്ടിക്കകത്ത്. മൈക്കിൽ എങ്ങനെ കിട്ടുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഇതിന് ഓട്ടോ ക്ലിപ്പിങ്ങും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം ക്ലാരിറ്റി ഉണ്ടാവും. അതായത് ഇങ്ങനെ ടയറിൻ്റെ സൗണ്ട് വൂ എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ട് ഓടുമ്പോൾ. പിന്നെ ഇതിൻ്റെതായ കാലക്രമേണമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അല്ലാതെ പിന്നെ അതേപോലെ ഇച്ചിരി നെറ്റൊക്കെ ലൂസ് നമുക്ക് കിരിയും എല്ലാം ഒന്ന് നോക്കണം. കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി ഒന്ന് നോക്കണം, ഒന്ന് തണുക്കട്ടെ. ഈ വെയിലങ്ങ് മാറിക്കഴിഞ്ഞേ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാം കേട്ടോ. ഇതുണ്ടോ ഈ പോകുന്ന റോഡ് കാലിയാട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപെട്ട ലോറിക്കാരെല്ലാം ഒതുക്കിയാക്കുക. അതായത് ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ടയറിന് പ്രശ്നം ഇവനെ. അത് കാരണം ഇവര് വൈകിട്ട് ഓടിക്കുകയുള്ളൂ എല്ലാ വണ്ടിക്കാരും. ഇപ്പൊ നീ നോക്കുവാണെങ്കിൽ എല്ലാ വണ്ടിക്കാരും എല്ലാ ദാവയുടെ ഉള്ളിലും പുറത്തുമായിട്ട് വണ്ടി നിർത്തി വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഇപ്പം പഞ്ചാബില് ഈ അപകടം കൂടുന്ന സ്ഥലങ്ങളിൽ ഇപ്പം ഇതേപോലത്തെ വലിയ ഹൈറ്റിലുള്ള സാധനം വെക്കുന്നുണ്ട് കേട്ടോ പോലീസ്. ഒരു കണക്കിന് നല്ലതാ. ക്രോസിങ്ങാ കണ്ടില്ലേ, ഇത്രോ അവിടെ കൂടുതൽ മാത്രല്ല പോലീസ് ചെക്ക് പോസ്റ്റാ. ഇത്രോ ഇതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ ഹെൽമെറ്റ് പോലും അതിന്റെ ഇടയ്ക്ക് കൂടെ പോകണമെങ്കിൽ പുള്ളിയുടെ ധൈര്യം എന്നാ. അതല്ല അറിയാവുന്ന ആൾക്കാരായിരിക്കും. അതായത് ഇവര് ഈ ഇവിടെയുള്ള വണ്ടി പിടിക്കല് കുറവാ. അതായത് ഔട്ടർ വണ്ടിയില്ലേ, പുറത്തുനിന്ന് വരുന്ന വണ്ടി, അതാണ് ഇവര് പിടിക്കുന്നത്. ഇപ്പൊ ഇവർക്ക് ഇഷ്ടം പോലെ അടി കിട്ടുന്നുണ്ട് ഇവനെ. അതായത് ഒരാളും രണ്ടു ആളായിട്ട് നിൽക്കൂല. ഈ വണ്ടി ആയതുകൊണ്ടാ. അല്ല ഇപ്പം ആലമ്പൂർ കഴിയേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ KL നമ്പർ പ്ലേറ്റുള്ള ഏത് വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ടോ എന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ആ HR പോലും എൻഡോർ കൊണ്ടൊക്കെ നമ്മൾ ഓടിച്ചല്ലേ, അതൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല. ഇല്ല KL വണ്ടി എന്നാന്ന് വെച്ചാല് വരുന്ന ആൾക്കാർ പൈസ കൊടുക്കും എന്താണേലും. അത് കണ്ട് എന്റെ നടുവിന്റെ ഡിസ്കസ് സ്പെക്ട്രം വരെ ഇളകുന്നുണ്ട് കേട്ടോ. സ്പ്രിങ്ങില് ഇതിന്റെ സീറ്റിന്റെ അടിയിലെ ആ സാധനം ഇങ്ങനെ കുത്തി കയറുക. ഇങ്ങനെ ഒരു 4-5 എണ്ണം ഉണ്ട് പല സ്ഥലത്ത്. ചെറിയ കുഷിയിലിട്ടുണ്ട്, എന്നിട്ട് പോലും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ മൊത്തം ദേഹത്തിന്റെ അങ്ങ് മേല് മുതൽ താഴെ വരെ ഇങ്ങനെ വേർത്തൊലിക്കുക. അതായത് ഫുള്ള് വേർപാട്. ഈ ഫാൻ എന്ന് പറഞ്ഞാൽ ഫാനിന്റെ അകത്ത് ഒരു ചൂട് കാറ്റ് വരും, നല്ല വേറെ ഗുണമൊന്നുമില്ല. അതായത് ഇതുപോലെ തണുപ്പ് വൈകിട്ട് എത്തിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള തണുപ്പില്ല. കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ ഇത്രയും നേരം വണ്ടി ഓടി വരുന്ന കാരണം ഇതാണ് ഇവിടെ ചൂടായിരിക്കും. അത് ഇച്ചയുമ്പോ നിർത്തി ഉള്ളിലോട്ട് കയറും. ചൂട് തന്നെ, ചൂടാന്നേ, ഭയങ്കര ചൂടാണ്. ഈ കാണുന്ന വഴി തന്നെ കണ്ടോ, നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആവി പോലെ സംഭവം ഇങ്ങനെ പൊങ്ങുന്ന നിങ്ങൾക്ക് കാണാം റോഡില്. അത് ശരിക്കും പറഞ്ഞാൽ 3 മണിയാകുമ്പോൾ കാണാം ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പൊങ്ങി വരും. നീരാവി പോലെ അല്ലടാ, നീരാവി പോലെ. ആശാന് നല്ല ചാട്ടം കേട്ടോ. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ എമാതിരി ചാട്ടമാണെന്നറിയോ. അത് എല്ലാ സമയത്തും കാലുപള്ളി. അങ്ങനെ ഞാൻ പേടിച്ചു. എവിടെ കൊണ്ടാ അതിനെ വലിയ കവറില്ല ഇരിക്കാൻ പറ്റുള്ള. നന്നായിട്ട് പൊള്ളിയോ? നന്നായിട്ട് പൊള്ളിപ്പോയി. ഗൈസ് ഇത് തട്ടിയ നമ്മുടെ കാലൊന്ന് സൈഡായിട്ട് എഞ്ചിൻ അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ പൊള്ളും കേട്ടോ. തുള്ളൽ നോക്കി അവിടെ ഇങ്ങനെ തുള്ളും കേട്ടോ വണ്ടി. റോഡ് എന്താണോ അത് ശരിക്കും മനസ്സിലാവും. ആഹാ എന്താ ചാട്ടം. കുതിരയുടെ മേളിയിരുന്ന് കോലിൻ്റെ റേറ്റ് അടിക്കുന്ന പോലെ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുതിര സാധനം ശരിക്കും പറയാണ് അല്ലടാ ഇവനെ. അത് പറഞ്ഞ കാര്യം കേട്ടോ. നമ്മളെ പൊന്നെ എന്താണോ റോഡിൽ എന്താണോ പോകുന്നത് കറക്റ്റായിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മള് പരമാവധി വെള്ളം കുടിച്ചോണ്ടിരിക്കുക. ഇപ്പം തന്നെ നമ്മള് ഒരു 6 ലിറ്റർ വെള്ളം ഞങ്ങൾ 2 പേരും കൂടെ 3 മണിക്കൂറിനുള്ളിൽ കുടിച്ചു. പക്ഷെ ഈ വെള്ളം പുറത്ത് വരുന്നില്ല. എന്താ നമുക്ക് അറിയത്തില്ല അല്ലേ. വേർത്ത് പോവാന്ന് തോന്നുന്നല്ലേ. അല്ലാതെ ഇത് പുറത്ത് വരുന്നില്ല. ഇത്രയും വെള്ളം കുടിക്കുന്ന കഴിക്കാണ് ശരീരത്തിന്. നമ്മൾ ഒരു ദിവസം ഇത്ര ലിറ്റർ വെള്ളത്തിൽ കൂടി നമ്മൾ കുടിക്കാൻ വേണ്ടി പാടില്ല. 10 ലിറ്ററെങ്കിലും കുടിച്ചിരിക്കണമെന്നാ. 10 ലിറ്റർ ഒന്നും കുടിക്കാൻ പറ്റൂല ഒരു മനുഷ്യനെയും കൊണ്ട്. നീ എന്നാ പറയുന്നത്? ചൂട് കാറ്റെന്ന് പറഞ്ഞാണല്ലോ. ഓ അതിൻ്റെ ഇടയ്ക്ക് വേർപ്പ് കണ്ണി പോയാൽ തീർന്നു. കണ്ണു തുറക്കാൻ പറ്റുന്നില്ലല്ലേ. പിന്നെ അതായത് ഈ ഒരു 2 കമ്പിയുള്ള സാധനമുണ്ട് ഇതിൻ്റെ അടിയിൽ. അത് 2 കറക്റ്റായി എല്ലിനെ കുത്തി കയറുന്നത്. പക്ഷെ അതൊക്കെ ചെയ്യിച്ച് വരണേ. കുഷി ഞാൻ അടിച്ചെങ്കിൽ അതിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഹൈറ്റിലാട്ടോ. 2 കുഷി പഠിച്ചാൽ വലിയ ഇതുമില്ല. അതായത് പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത്. ചൂടെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ 2:32 ആയതുള്ളൂ. അമ്മാതിരി ചൂടാ. ഒരു 4 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഇച്ചിരി കൂടെ ചൂടൊരു ഇത് കാണും. പിന്നെ ക്ഷാമം കാണും അല്ലേ. എടാ ഒരു തുള്ളി വണ്ടി റോഡിൽ നീ നോക്കിയേ ഇല്ല. ഇതാ ഫുള്ള് കാലിയാ. വണ്ടി സാധനം റോഡിലില്ല. ലോറി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പമ്പിലുണ്ട് ലോറി എല്ലാം. എല്ലാവരും വണ്ടി ഒതുക്കുക. നമ്മളെ ഓടിക്കുന്ന മണ്ടത്തരവാ. നമുക്ക് ഒതുക്കാൻ കിട്ടി കഴിഞ്ഞാൽ ഒതുക്കിയാലോ. നമുക്ക് ഒതുക്കാം. അയച്ചു കഴിഞ്ഞിട്ട് ഓടിച്ചാലോ. അതായിരിക്കും നല്ലത്. ഭയങ്കരമായിട്ട് എന്തോ ഒരു കണ്ണിലോട്ട് അടിച്ചു കയറി ഓടിക്കാൻ പറ്റാത്ത പോലെ അല്ലേ.
ഞാൻ സമ്മതിക്കണം, ഞാൻ സൈഡിൽ ഇരുന്നിട്ട് തന്നെ എനിക്ക് കണ്ണ് കാണുന്നില്ല. അപ്പൊ നീ ഓടിക്കുന്നത് എന്നാ ഒരു മരത്തിന്റെ സൈഡിൽ ഒതുക്കിയാലോ? പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് തട്ടിയാൽ തീർന്ന്. ആ അത് തന്നെ, ഓംപ്ലേറ്റ് അടിക്കുന്ന പോലെ വെളിച്ചിക്കുന്ന ഒരു സൗണ്ട് അങ്ങനെ പൊള്ളി നിൽക്കുവാ ഇതിന്റെ സൈഡൊക്കെ. നമുക്ക് ഒരു മരം കണ്ട് നിർത്തിയാലോ? നമുക്ക് അരമണിക്കൂർ നിന്നിട്ട് പോവാ. വണ്ടി ഒതുക്കാട്ടോ, വണ്ടി ഫ്രണ്ട് ചെയ്ത് നമുക്ക് വണ്ടി ഒതുക്കാം. ഈ പോകുന്ന റൂട്ട് നിനക്ക് മനസ്സിലായോ? ഈ പോകുന്ന റൂട്ട് മനസ്സിലായോ? ഇതാണ് ഈ പോകുന്ന റൂട്ട് കേട്ടോ. ആണോ? ഈ റൂട്ടിൽ കൂടെ നമ്മൾ പോകുന്നത്. അതായത് 48 കൂടെയാ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കാണുന്നൊക്കെ ഇവിടുത്തെ ലോങ് പോകുന്ന ബസ്സുകളാട്ടോ. ഒരേ ടൈപ്പേ ഉള്ളൂ. AC ബസ്സും ഉണ്ട്, നോൺ AC ബസ്സും ഉണ്ട്. 2 ടൈപ്പിലുള്ള ബസ്സുണ്ട് ഇവിടെ. കാരണം ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇവിടെ മറ്റേ ഫ്രീ പരിപാടി ഉണ്ട് കേട്ടോ. ഉണ്ടോ? പ്രൈവറ്റ് ബസ്സിനില്ലല്ലോ, അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ. പ്രൈവറ്റ് ബസ്സിനില്ലല്ലോ, KSRTC-ക്കല്ലേ ഉള്ളൂ. പ്രൈവറ്റ് ബസ്സല്ലേ കാണുന്നത്? ഇത് പ്രൈവറ്റ് അല്ലേ? KSRTC അല്ലല്ലോ. അല്ല, KSRTC ഇവിടെ ഫ്രീ ഉണ്ട്. ഇവിടെ ഫ്രീ പരിപാടിയൊക്കെ ഉണ്ട്. ഈ ആപ്പിന്റെ അങ്ങനെ കുറെ പരിപാടികളുണ്ട്. പിന്നെ വൈദ്യുതി ഏതൊക്കെയോ തരത്തിൽ വൈദ്യുതി ഫ്രീ. പിന്നെ എന്തോ ഇവിടെ ഇപ്പം പെൻഷൻ എന്തൊക്കെയോ സാധനമുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ട് അറിയത്തില്ല. നോക്കിയാടാ, ഒന്നാന്തരം ആ കാണുന്ന നെൽപ്പാടത്തിന്റെ ഒത്ത നടുക്ക് മറ്റേ കമ്പി. ശരിയാ. അയ്യോ, അതിനടിയിൽ സാധാരണ കൃഷി ചെയ്യാൻ പാടില്ലെന്ന്. അത് പൊക്കമുള്ള സാധനങ്ങൾ മാത്രം, പൊക്കമില്ലാത്ത എന്ത് കൃഷി ചെയ്യാം? അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗണിലെത്തി കേട്ടോ. വലിയ സംവിധാനമൊന്നുമില്ല. ഒരു കട ഉണ്ടായിരുന്നു, ഇനി എലിക്കുള്ള എന്തെങ്കിലും സാധനം കിട്ടുമെന്ന് നോക്കിയത് മേടിക്കാമായിരുന്നു. എന്നാ മേടിക്കണ്ടേ? എലിക്ക് എതിരെയുള്ള എന്ത് സാധനം കിട്ടിയാലും ഞാൻ മേടിക്കും. എലീനെ? എന്റെ ശത്രുവാ. എലിക്കെതിരെയുള്ള എന്തെങ്കിലും സാധനം കിട്ടുമോ? മറ്റേ സാധനം മേടിച്ചല്ലോ, കോപ്രോയോ? അതിനാ കോക്രോച്ചിനെ ഓടിക്കുന്ന സാധനം. ഹിറ്റ് അത് കാണുന്നില്ല. ഹിറ്റ് കിട്ടുവാണെങ്കിൽ മേടിക്കണം. ഹിറ്റ് കിട്ടുവാണെങ്കിൽ എന്തായാലും മേടിക്കണം കേട്ടോ. ഒരു സൂപ്പർ മാർക്കറ്റ് കിട്ടുവാണെങ്കിൽ അവിടെ കിട്ടിയാൽ ഈ സാധനങ്ങളൊക്കെ. എന്നിട്ട് അതും ഇതെല്ലാം കൂടെ അടിച്ചിട്ട് വേണം നമ്മൾ വണ്ടി കൂട്ടിയിട്ട് പോകാൻ വേണ്ടി. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അല്ലേ? എല്ലാ സ്ഥലത്തും പോലീസുകാരാട്ടോ. എന്ത് പോലീസുണ്ടായിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇവിടെ ഉള്ളവര് കൂടെ ഒന്ന് സൂക്ഷിക്കണം അല്ലേ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഒരു പോലീസുകാർ 2 പോലീസുകാരാണ്. അവർ കൈക്കൂലി കാണിച്ചപ്പോൾ ഡ്രൈവർമാരെ നിർത്തൂല. അതാണ് ഒരു കൂട്ടത്തോടെ നിൽക്കുന്നത് ഇപ്പം പോലീസുകാര്. ഈ കാണുന്ന ഇന്ന് നമ്മുടെ അടുത്ത ടോൾ ബൂത്താ. എത്രയാ? 180 രൂപ താഴെയായിരിക്കും. 120 തൊട്ടാണ് തുടങ്ങുന്നത്. ഇത് കൊയ്യുന്ന മെഷീൻ ഞാൻ ആദ്യമായിട്ട് കാണുവാ. ഇങ്ങനത്തെ മെഷീൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഞാനും. ആദ്യമായിട്ട് കാണും കേട്ടോ. വെറൈറ്റി മെഷീൻ അല്ലേ? നമ്മൾ യൂറോപ്പിലൊക്കെ കണ്ടുണ്ട് കൊയ്യുന്ന മെഷീൻ. നമ്മളങ്ങനെ ടോള് കഴിഞ്ഞു. സത്യം പറഞ്ഞ ഈ ടോള് കൊടുക്കുന്ന റോഡിന് അണ്ണം വരുന്നില്ലേ? അണ്ണാ இந்த റോഡല്ല, അന്ത റോഡ് നിങ്ങളുടെ. ഇവരങ്ങനെ പോകുള്ളൂ. നമ്മൾ എന്ത് പറയേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ വെറുതെ ഇവരായിട്ട് വാക്കാകുന്ന. ഞാൻ നേരത്തെ പറഞ്ഞു, ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ സഞ്ചരിച്ചില് ഏറ്റവും കുറച്ച് ടോളുള്ള ഇന്ത്യയിലാണ് ഏറ്റവും വലിയ റോഡും. എൻ്റെ ദൈവമേ, റഷ്യയിൽ ഞങ്ങൾക്ക് കിട്ടിയ 8000 രൂപ 250 കിലോമീറ്റർ ഓടാൻ വേണ്ടി. ജീവിതത്തിൽ ഞങ്ങൾ മറക്കത്തില്ല കേട്ടോ സംഭവം. ഞാനും അവന് മുഖത്തോട് മുഖം നോക്കിയിരുന്നു. ഞങ്ങൾ പല കളിയും കളിച്ചു നോക്കി അതിന് മാറാൻ. അതുപോലെ യൂറോപ്പിൽ ചില കമ്പനികളുണ്ടല്ലോ, വണ്ടിയുടെ ഹൈറ്റ് നോക്കിയാണ് അവര് ഇത് ഏത് കാറ്റഗറി. തൂക്കവും വലിപ്പമല്ല, ഹൈറ്റ് നോക്കിയാണ് അവർ കാറ്റഗറി തീരുമാനം. ചിലവർക്ക് 8 യൂറോ ഒക്കെ അടിച്ചു തരുന്നത്. 8 യൂറോ എന്ന് വെച്ചാൽ നാട്ടിലത്തെ 800 രൂപ, 900 രൂപ അടുത്തെങ്ങാനും വരും. ഇത് ഈ കാണുന്ന വഴി കൂടെ വീണ്ടും ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോവാണ്. എടാ, അത് കർണാടക രജിസ്ട്രേഷൻ ആയിരിക്കുമല്ലോ ബുള്ളറ്റ്. നമ്മുടെ നാട്ടിൽ നിന്ന് അത് വരുന്നില്ല കൂടുതലും. നമ്മുടെ ആ ഒരു സൗത്ത് ഏരിയ, അതായത് KA, പിന്നെ അതേപോലെ തന്നെ TN, ഇതെല്ലാം HP ഗ്യാസ് വണ്ടിയാട്ടോ. ബുള്ളറ്റ് ക്യാപ്സ്യൂൾ വണ്ടി എന്ന് പറയപ്പെടാറ്. ഇത് അവിടുന്ന് ഓടി വരുന്ന സിംഗിൾ ഡ്രൈവറാ. നമ്മൾ പോകുന്ന ഈ തൊട്ട് സൈഡിൽ നല്ല ഹെഡിലൊരു റിവർ സൈഡ് കേട്ടോ. ഇവിടുന്ന് വേണം നമുക്ക് തിരിഞ്ഞു പോകാൻ കേട്ടോ. കടലാണോ ഇത്? അല്ല, ചെറിയൊരു തടാകം പോലെ സെറ്റപ്പ്. കറക്റ്റ് ഈ 900 മീറ്റർ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഹൈവേയിലേക്ക് തിരിഞ്ഞു കയറാൻ വേണ്ടി പോകും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മൊത്തം പൊല്യൂട്ടഡ് അല്ലേ? അത് സിമെന്റ് ആണോ അലിവിനെ? സിമെന്റ് അല്ലേ? ഈ റഷ്യയിൽ ഇങ്ങനത്തെ സാധനമാണ് ചൂടുവെള്ളം ഉണ്ടാക്കുന്നത്. അതെ, ഇത് സിമെന്റാ. സിമെന്റ് ഫാക്ടറി അങ്ങനത്തെ എന്തോ സാധനം. അതായത് സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടമാനം വ്യവസായ ഏരിയകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ അന്തരീക്ഷം ഇങ്ങനെ പൊല്യൂട്ടഡ് ആയിട്ട് നിൽക്കുന്നത്. ഞാൻ ഓർത്തെ കണ്ണിന്റെ ആയിരിക്കും, അതാ നിന്നോട് എടുത്ത് ചോദിച്ചത്. പൊല്യൂട്ടഡ് അല്ലേ? അതായത് സ്കൈ അത്ര ക്ലിയർ ആയിരിക്കില്ല. അത് ഏകദേശം നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും. അതെ. ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്കൈ എവിടെയാണെന്നറിയാം? ലഡാക്ക്, ആ റീജിയൻ. അങ്ങോട്ട് നോക്കണം. 3 കുറ്റി അല്ലേ? തൊട്ടടുത്തൂടെ നമ്മൾ പോകുന്നത് അല്ലേ? 3 പുട്ടുംകുറ്റി. മിഗാന്ന് തോന്നുന്നു കേട്ടോ. MiG-21. അപ്പൊ എന്തോ വേറെ എന്ത് സംഭവം മിക്കിന്റെ ഒക്കെ ഇതുണ്ടല്ലോ ഇവിടെ? മിഗ് അത് ആർമി വെച്ചാക്കുന്നതായിരിക്കും. പഴയ മിക്ക കേട്ടോ, പുതിയ
റഷ്യൻ നിർമ്മിത മിഗ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. നിന്റെയോ? എന്റെ അതെ. അംബാലയ്ക്കൊക്കെ പോകുന്ന റൂട്ടാ അത്. അംബാലയ്ക്ക് നമ്മൾ പോയിട്ടുണ്ടല്ലോ ഇവനെ. ഇത് എന്നതാണാവാ? അത് ഫ്രാൻസ് നിർമ്മിതം ഇവനെ. അത് ആണോ? റഷ്യൻ അല്ല, ഫ്രാൻസ്. അത് ആണോ? അപ്പൊ മറ്റേ ഇതാണോ? റഫേൽ അത് പഴയത്. ഇതെന്നാ സാധനം? സിമെന്റ് ആണോ അതോ ഇതെന്നാടാ? ഇതെന്നെ ചൂടുവെള്ളം ഉണ്ടാക്കുന്ന സംഭവമാണോ? ഞാനിപ്പോ ആദ്യമായിട്ടാണ്, എനിക്ക് എന്നൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ഈ റഷ്യയിലൊക്കെ ആണെങ്കിൽ ഇത് ചൂടുവെള്ളം ഉണ്ടാക്കുന്നത്. ചൂടുവെള്ളം പിന്നെ അവരെ ന്യൂക്ലിയർ വെച്ച് കറണ്ട് ഉണ്ടാക്കുന്ന സംഭവം ഉണ്ട്. ഇതുപോലെ അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്നത്. ഇതെന്നാന്നുള്ളത് ഇപ്പൊ അങ്ങോട്ടും ഇത് കറണ്ട് ലിവിനെ കറണ്ടാ? ഇത് കറണ്ട് ഉത്പാദിക്കുന്ന റിയാക്ടർ അങ്ങനത്തെ എന്താ സാധനം? എനിക്കും തോന്നുന്നു അങ്ങനെ തന്നെയാ. ഇത്ര ഹൈറ്റിൽ കുട്ടുമുറ്റി പോലെ വെച്ചാൽ നല്ല സാധനം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ഇലക്ട്രിക്കൽ പരിപാടിയാടാ. നിങ്ങൾക്ക് റിയാക്ടർ ആണോ? റിയാക്ടർ ആണെങ്കിൽ അടുത്ത ആൾക്കാരെ താമസിപ്പിക്കില്ല. അതിന്റെ അകത്തൊക്കെ ആൾക്കാരെ ഉണ്ടല്ലോ സൈഡിലൊക്കെ. ഇത് നിർത്തിപ്പോയതാടാ. ഓപ്പൺ അല്ല ഇത്. ഇത് കഥം ടാറ്റാ ബൈ ബൈ സീ യു. അയ്യോ ഇത് ഇല്ല കേട്ടോ. ഇത് കണ്ടം ചെയ്താ കണ്ടിട്ട് അല്ലേടാ? നീ പറഞ്ഞ കണ്ടം ചെയ്താ അല്ലേ? അല്ല, ഇനി തുടങ്ങാൻ പോകുന്നത് എന്തെങ്കിലും പദ്ധതിയാണോ? ആണോ? ഇത് വൈദ്യുതി പരിപാടിയല്ല, പിന്നെ ഇത്രയും സാധനങ്ങൾ കാണും. ഇതാ ശരിയാ, ഇത് വൈദ്യുതി സംബന്ധമായ എന്തോ കാര്യങ്ങളാട്ടോ. പക്ഷെ പൂട്ടിപ്പോയതാ. ജനങ്ങൾ ആരും ഇല്ലല്ലോ അവിടെ. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ഈ കാണുന്ന വഴി കൂടെയാണ്. ഞങ്ങൾ കുറെ വഴി മാറ്റി വിട്ടു. ഇപ്പൊ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 10-30 കിലോമീറ്ററിനുള്ളിൽ നമ്മളിപ്പോ ഇവിടെ എത്തും. എവിടെ? അടുത്ത ഹൈവേലാ? രാജസ്ഥാനിലെത്തും. രാജസ്ഥാനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. ഇവിടെ രാജസ്ഥാനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടി രാത്രി വണ്ടി ഓടിക്കാം. ഇവിടെ ഈ ചൂടാണ്. രാജസ്ഥാനിൽ തന്നെ ആയിരിക്കും. രാജസ്ഥാനിൽ ചൂട് കുറവാ. ആരാ പറഞ്ഞേ? അതെ, ഇന്ന് ഊർമാപ്പ് എടുത്ത് നോക്കാൻ നേരത്ത് കുറവാ. 30 ഡിഗ്രിയുടെ മേളിലോട്ട് വരുന്നില്ല. ഇവിടെയാണ് ചൂട് കുറവാണെങ്കിൽ തന്നെ പകുതി നമുക്ക് സ്വസ്ഥതയാട്ടോ വണ്ടി ഓടിയെത്താൻ. കാരണം ഈ 40 മേളിലേക്കൊക്കെ വരാൻ അണച്ചു പോകും. നമുക്ക് ഈ കാണുന്ന റൂട്ടിലാട്ടോ തിരിഞ്ഞു പോകണ്ടേ. ഇവിടെ നിന്ന് വേണം നമുക്ക് തിരിയാം. നമുക്ക് ഇങ്ങനെ കയറാം. ചില സ്ഥലത്തൊക്കെ എന്നാ തുള്ളലാന്നറിയ സാധനം. ഒടിക്കലൊക്കെ സൂക്ഷിച്ചു വേണം ഓടിക്കാൻ വേണ്ടി കേട്ടോടാ ലിപിയ. വീണ്ടും കിരിക്കിറ്റ സൗണ്ട് കൂടിയില്ലേ വണ്ടിക്ക്? കൂടിക്കൊള്ളും. പാട്ടിയാല വഴിയാവും. നമ്മൾ പാട്ടിയാല വഴിയാ പോകുന്നത്. പാട്ടിയാല സ്റ്റേഡിയം ഉണ്ട്, എനിക്കറിയത്തില്ല. പാട്ടിയാല ആ റൂട്ടാ ഇത്. ഇത് നമ്മള് ശൈത്യം പറഞ്ഞാൽ നമുക്ക് നാഗ്പൂർ ആ റൂട്ടിൽ കയറി പോയാൽ മതിയായിരുന്നു. ഈ മധ്യപ്രദേശ് അങ്ങനെ കയറി പോകുന്ന റൂട്ടുണ്ട്. പിന്നെ തൊട്ട് അപ്പുറത്തൂടെ വേറെ ഈ ഹൈദരാബാദ് വഴി പോകുന്ന റൂട്ടുണ്ട്. അല്ല 500 കിലോമീറ്റർ ലാഭം കേട്ടോ. അതെല്ലാം പിന്നെ എളുപ്പമാണ്, പെട്ടെന്ന് എത്തും. ഞങ്ങൾ അതിലേ പോയി മടുത്തതാ. അപ്പൊ ഒരു വെറൈറ്റി വേണം, ഒരു ത്രില്ല് വേണം. അപ്പൊ ആ ത്രില്ലിന് വേണ്ടി ഇത് കൂടുതലാണ്. ഇത് 3000 കിലോമീറ്റർ അടുത്തുണ്ട്. ഇത് ഗോവയുടെ ഔട്ടർ വഴി ഈ റൂട്ട് പോകുന്നത്. ഈ റൂട്ട് നമ്മൾ വന്നിട്ടുള്ള ഉണ്ട്. നമ്മൾ ഓടിച്ചിട്ടുള്ള ബസ്സും കൊണ്ട് നമ്മൾ ഇതിലെ വന്നിട്ടുള്ള അല്ലേ? ആദ്യം ബസ്സും കൊണ്ട് വന്ന ഈ റൂട്ടാ. നേരെ നമ്മള് ഫ്രണ്ടിലേക്ക് പോവാണ്. ക്ലൗഡി കാലാവസ്ഥയാണ് എന്ന് വിചാരിച്ച ചൂടിനൊരു കുറവും. അതാ കറണ്ട് വരെ തെറ്റിദ്ധരിച്ചു. രാത്രി കത്തുന്ന ലൈറ്റ് വരെ ഇപ്പം കത്തി കിടക്കുക. ഇതെന്താ നമ്മളിപ്പോ ഇതിന് പറയാ? മൊത്തം റോഡും അവരെടുത്തു. ഇത് മറ്റേ ഇതാട്ടോ, ചോളത്തിന്റെ വേസ്റ്റ് റോൾ ചെയ്ത് പോകുന്ന. എനിക്ക് റോൾ ചെയ്യുന്ന പശുവിനെങ്ങാനേ തീറ്റയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ വണ്ടി പോകൂല. ഇവനെ സ്ഥലമില്ല. നോക്കി അവർക്ക് കാണാൻ പോലും പറ്റൂല. ഇത് എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്? ഇത് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റൂല. പിന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലാണ് മറ്റേ ഇതും. അവന് ക്ലാസ്സില്ല കാണാൻ വേണ്ടി. ഏകദേശം ഒരു രൂപം വെച്ചിട്ടാണ് അവൻ പോകുന്നത്. അതെ, ടാറ്റ വലിക്കുന്നത്. എന്തു പറയാനാ എന്റെ ദൈവമേ, എന്നതാടാ അത്? ടാറ്ററിന്റെ ഗ്ലാസ് പോലും ഇല്ല. അവനെ ഏകദേശം ഒരു രൂപം വെച്ച് പുള്ളിക്കാരൻ അങ്ങ് ഓടിക്കുക. കാണാൻ പറ്റുമല്ലോ, ഒന്നും പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എബിനെ പഞ്ചാബിൽ ഇത് ലീഗലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോക്കും കേട്ടോ. സ്ഥലങ്ങളൊന്ന് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ട് 200-300 കിലോമീറ്റർ മാറും കേട്ടോ. അത് കാരണം ഓരോ റൗണ്ടറായിട്ട് വരുമ്പോ നമ്മൾ നോക്കും കേട്ടോ. ലുക്ക് നോക്കണം. ഞങ്ങളുടെ ഈ ഒരു ബുള്ളിനെ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. അവിടുന്ന് അത് അടുത്ത വണ്ടി മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ഉണ്ടല്ലേ? നല്ല കാരാ മൊത്തത്തിൽ. അല്ല, മഴ പെയ്യുവാണെങ്കിൽ നമുക്കൊരു 200 കിലോമീറ്റർ സിമ്പിൾ ആയിട്ട് ഇനി ഓടിക്കാം. മഴ പെയ്യുവാണെങ്കിൽ കുറച്ച് പരിപാടി എടുത്ത എലീനെ പിടിച്ചിട്ട് ബാക്കി പരിപാടി ഉള്ളു അല്ലേ? സെലീനെ ഇന്ന് പിടിക്കണം. അമ്മനെ ഇന്ന് തുരത്തിയിട്ട് നമ്മള് പരിപാടി ഉള്ളു കേട്ടോ.
പേടിച്ചെവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. ആ ഫുഡ് തപ്പി വന്നാ എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ഭക്ഷണം കണ്ടപ്പോ അവൻ ഇറങ്ങി വന്നതാ. 2 ദിവസം അവനിപ്പം പട്ടിണി. മോനെ ഇതാ ഇഷ്ടം പോലെ ഇതാ. അവൻ മാത്രമൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് പഞ്ചാബ് ലീഗലാ അവനെ. പഞ്ചാബിൽ ഇത് ലീഗലാ. ആ പിന്നെ ഇത്ര അധികം ലോഡ് ട്രാക്ടർ വലിക്കുള്ളൂ. കണ്ട ഒന്ന് നോക്കിയേ, ഇത് നോക്കിയേ. ഇതാ നോക്കണേ. നീളത്തിൽ കമ്പിയുണ്ട്, തട്ട് കിട്ടിയ പണി കിട്ടും കേട്ടോ. അതിനകത്ത് കമ്പിയുണ്ട്, നമ്മൾ അറിയില്ല തട്ടും. കണ്ട പുള്ളിക്കാരൻ വർത്താനം എല്ലാം പറഞ്ഞ് നൈസായിട്ട്. അല്ല ഇതിന്റെ സൈഡിൽ കമ്പിയുണ്ട്, നമ്മൾ അറിയൂല. ഈ റൗണ്ടോട്ടിൽ നിന്ന് വളഞ്ഞ് നമുക്ക് ഇങ്ങോട്ടാട്ടല്ലോ തിരിച്ച് മേലോട്ടാ കയറിപ്പോണ്ടേ. എയർ ക്ലച്ചും പിന്നെ എന്നായിരുന്നു എയർ ക്ലച്ച് ആക്കി. വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ സ്പെഷ്യലായിട്ട്. ആ ടർബോയുടെ മൂളൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. അത് റോട്ടറി പമ്പ് ആയതുകൊണ്ടാ മൂളിച്ച്. റോട്ടറി അല്ല, നോർമൽ ആയത്. മറ്റേത് ഇതാ ഇലക്ട്രിക്കൽ പമ്പാ, നമ്മുടെ നോർമൽ പമ്പ്. ഈ റൗണ്ട് അബൌട്ട് കറങ്ങിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി കേട്ടോ. ഇവിടുന്ന് കറങ്ങി വേണം നമുക്ക്. ഈ കന്നാലി മാർക്കറ്റ് ആണോ അത്? മാർക്കറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ബുള്ള ഏറ്റവും കൂടുതൽ. റോഡൊക്കെ ഭയങ്കര മോശം കേട്ടോ, ഭയങ്കര മോശം. വരുന്ന വഴിക്കൊക്കെ ആണേലും നോക്കിയ റോഡിന്റെ അവസ്ഥ നോക്കി. മൊത്തം ചില സ്ഥലങ്ങളിൽ എന്നാൽ നല്ല റോഡും ഉണ്ട്, പക്ഷെ വേറെ കാര്യമുണ്ട്. ഹൈവേയിലോട്ട് നേരത്തെ നല്ല റോഡുവാ അല്ലേ? ഈ റൗണ്ട് റോഡൊക്കെയാണ് ഏറ്റവും കൂടുതൽ കച്ചറ റോഡാകുന്നത്. ഇതാണ് ഇനി നമുക്ക് കയറി ഇറങ്ങേണ്ട ഈ കാണുന്ന ഫ്ലൈ. ഈ റോഡാ. അങ്ങനെ ഈ യാത്രയിൽ ആദ്യമായിട്ട് നമുക്ക് എന്ത് കിട്ടില്ല, പിന്നെ ഒരു സിഗ്നൽ കിട്ടി. പക്ഷെ നമ്മൾ മാത്രം നിർത്തി കേട്ടോ, ബാക്കി എല്ലാവരും വന്നവരെല്ലാം പോയി. അതാ സൈഡിൽ ഇപ്പൊ നമ്മൾ നിർത്തിയത് കണ്ടിട്ട് ഇപ്പൊ 2 വണ്ടി നിർത്തി. നമ്മുടെ മുന്നിൽ പോയവര് 2 പേര് പോയി കേട്ടോ. നമ്മുടെ റോഡ് അതാ കണ്ടോ. അത് റോങ് കയറി വരുന്നു നോക്കടാ. ഇവിടെ ഇപ്പോഴും പജീറോ റണ്ണിങ് കണ്ടീഷൻ ഉണ്ടല്ലോ. ഇത് എന്ത് പോകുന്നു? പഞ്ചാബിലും കേരളത്തിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ പജീറോ ഉള്ളത്. വെൽക്കം ടു അമൃത്സർ ജമനഗർ ഹൈവേ. എക്സ്പ്രസ് റോഡ് അവനെന്നാലും. ഇത് എക്സ്പ്രസ് റോഡാട്ടോ. രക്ഷപ്പെട്ടു. 13 കിലോമീറ്റർ ഉള്ളു, അത് നമുക്ക് തിരിയണം. ആണോ? അന്ന് ഇത് റൗണ്ട് റോഡാ, എക്സ്പ്രസ് റോഡല്ല അല്ലേ? അത്ര വലിയ റോഡാന്ന് തോന്നില്ല കേട്ടോ. മറ്റേ വമ്പർ റോഡായി മാറി കേട്ടോ. ഡൽഹി മുംബൈ ഹൈവേ കിടക്കാച്ചി റോഡല്ലേ? പണിയുമ്പോ പോലെ ഞങ്ങളതില് പോകുന്ന കേട്ടോ. അതിന്റെ പകുതിയൊക്കെ പൂർത്തിയായിട്ടില്ല. ശരിക്കും ആ റോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എവിടുന്ന കണ്ണൂരിൽ നിന്ന് പുറത്ത് ചാടിയാൽ മതി, അങ്ങ് വരെ ഹൈവേ ആവും. അതെ, കണ്ണൂരിൽ നിന്ന് പുറത്ത് ചാടിയാൽ മതി. ഫുള്ള് ഹൈവേ കൂടെ ഉള്ള കളി. പക്ഷെ അതിൻ്റെ അത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ അടിക്കാനുള്ള പരിപാടി. അതിന് ഫുള്ള് ഔട്ട് റോഡോട്ട് മാത്രം എണ്ണ അടിക്കാനുള്ള സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ കിടക്കാച്ചി കേട്ടോ. നമുക്ക് 2 ദിവസം കൊണ്ട് ഡൽഹി ടു കേരളം എത്താൻ പറ്റൂല്ലേ? 3 വരിയാണ്. വൺ സൈഡ് 3, അപ്പുറം 3, 3, 6. നല്ല കിടിലൻ റോഡ് കേട്ടോ. ഉണ്ടോ ആളില്ലാത്ത തന്നെ? തിരക്കില്ല റോഡില്. വണ്ടി നീറി കേട്ടോ കേറുന്നേ. 100 തോന്നുന്നല്ലേ? 70 ഹൈക്കോളിൽ പോകാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ ടയറിന്. അത് തന്നെ കൂടുതലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സംഭവം കച്ചി ഇതെന്ത് നാടാ? കച്ചി ഓരോ സ്ഥലത്തൂടെ ഫാക്ടറിയിലെ വേറെന്താ ആവശ്യത്തിനായിട്ടൊരു സാധനമാണ് അല്ല ഇവനെ. ഓരോ സ്ഥലത്തോട്ട് കച്ചി കൊണ്ടുവന്ന സ്ഥലം അത്. ഇത് വേറെന്താ സെറ്റപ്പാണ്. ഈ പഞ്ചാബ് ഏരിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വ്യവസായ സംഭവങ്ങൾ കാണാം. സത്യം കേട്ടോ, പല സൈസ്. ഒന്നൊന്നുമില്ല, പല സൈസ്. വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, പഞ്ചാബ്, ഇവിടെയൊക്കെ ഇതിന്റെ ഏരിയകളാണ്. നമ്മുടെ അവിടെയൊക്കെ കമ്പനികൾ കുറവാട്ടോ. ഇങ്ങോട്ടോ കമ്പനികളുള്ള അല്ലേ ഇവനെ? ഇതിനെ പറ്റിയ പിടി കൊടുത്തെന്ന് തോന്നുന്നു. ഇല്ല റോങ് കയറി വന്നാ. എന്താ പറ്റിയേ? എന്തിനാണോ ഈ റോങ് കയറുന്നത്? 2 മിനിറ്റത്തെ ഇതിനു വേണ്ടി നേരത്തെ വരുന്നതിന് വേണ്ടിയത്. അതെന്നാ റോങ്? അല്ലല്ല, അതിന്റെ മോണർമാരാന്ന് എനിക്ക് തോന്നുന്നത്. വണ്ടി കംപ്ലൈന്റാ. എന്നാ സംഭവം? എന്തോ പറ്റി, എന്തോ തട്ടോ മുട്ടോ ചെയ്തതാ. കയ്യിലൊക്കെ മുറിവൊക്കെ ഉണ്ട്. പൈസ നമ്മൾ അടുത്ത ടോളിലെത്തിയല്ലേ ഇവനെ? എത്ര ടോളാടാ? 1-2 ടോളാണ് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നാട്ടിലെത്തുന്ന 8,000 രൂപ 10,000 രൂപ ടോൾ. 8,000 രൂപ? എവിടെ 8,000 രൂപ? 10 ടോള് കഴിയുമ്പോഴത്തേക്ക് ഇതിന് 500 വെച്ചാ എത്ര രൂപയായി? 5,000 മതി. 30,000 രൂപ, 30 സംതിങ് രൂപയുടെ ടോള് വേണ്ടിവരും അല്ലേ? ടോള് വേണ്ട ഒരു വണ്ടിക്ക് കേട്ടോ. എന്തായാലും ഇത് കടത്തിട്ട് നമുക്ക് വണ്ടി ഇച്ചിരി റെസ്റ്റിന് വിടാം കേട്ടോ. എന്നിട്ട് എന്നെ ഓടിക്കാം. ടയർ പരിശോധിക്കണ്ടേടാ? ടയർ പരിശോധിക്കണം. ടയർ ചൂടായിരിക്കും. നമ്മുടെ വണ്ടിയുടെ എണ്ണ പറ്റേ തീർന്നായിരുന്നു കേട്ടോ. എത്ര? 5,000 അടിക്കട്ടെ? 5,000 5,000 പറഞ്ഞടിച്ചു. അതായിരിക്കും നല്ലത്. നമ്മളിപ്പം പെട്ടാനെ 5,000. എല്ലാവരും വേറെ 75 ഉള്ളല്ലോ. അല്ല, ഇവിടെ 94 രൂപ. 1 രൂപ കുറവാ. 1 രൂപ കുറവാ. അപ്പൊ രാജസ്ഥാനിലേക്ക് ഇപ്പൊ കയറാൻ വേണ്ടി പോകുന്നുള്ളൂ. ഇല്ല, പഞ്ചാബാ ഗൈസ്. ആ എലീനെ എങ്ങനെയായിരുന്നു ഇറക്കി വിടണം. പിന്നെ അതേപോലെ ടയറെല്ലാം നോക്കിയോ മോനെ, ടയറെല്ലാം ഇരുന്ന് നോക്കിയോ കേട്ടോ. ചൂടാ, ചൂട്.
കുഴപ്പമില്ല കേട്ടോ ടയറ്. നമ്മൾ വിദേശിച്ച എത്ര പ്രശ്നമില്ല. അവൻ്റെ കാമുകിയായിട്ട് സംസാരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിന്റെ 5000 ഒരു ടയറിന് മാത്രം ഒരു ചെറിയ വെട്ട് കിട്ടിയിട്ടുണ്ട്. അത് അവിടെയൊക്കെ തുടങ്ങിയതാ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ പൊട്ടലുകളൊക്കെ കണ്ടു തുടങ്ങി. ദൈവത്തിനറിയാം എന്താവും എന്നുള്ളത്. ഒന്ന് നിർത്തിയിട്ടൊന്ന് മൊത്തം കറക്കി നോക്കാം കേട്ടോ. അല്ല ഒരാളെപ്പോഴും ഇവിടെ നോക്കണം. ഇല്ല 5000 പറഞ്ഞാൽ 2000 പോലും കിട്ടൂല കേട്ടോ. പിന്നെ തർക്കിച്ചിട്ട് കാര്യം. സൗണ്ടിൽ വ്യത്യാസം. ഈ ഇവിടുത്തെ ജാക്കി ഫ്രണ്ടിലെ ജാക്കിയൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നോക്കണം. 5000. ഇനി ഇത്ര ഓടിയതായതുകൊണ്ട് കുറച്ച് നേരം വണ്ടി ഓഫാക്കിയിട്ടൊന്ന് തണുപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഹൈവേ കൂടെ നമ്മൾ ഇത്രയും സ്പീഡിൽ ഓടിച്ചല്ലേ, അതുകൊണ്ട് നമ്മൾ നോക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം ഒന്ന് നോക്കുക എപ്പോഴും. കാരണം നമുക്കിതിൻ്റെ എല്ലാം വീണ്ടും തുടങ്ങിയതാ. കേരള ഇവിടെ 2-3 സ്ഥലത്ത് വലിയ ഹോളുണ്ട്. ഗർജിക്കുന്നുണ്ടോ? ഇനി ഇവിടം വരെ എത്തൂട്ടോ അതിന്റെ പവർ. പഞ്ചാബ് രാജസ്ഥാൻ पैसा मिला है कितना दूर है राजस्थान में? कंपनी में पैसा मिले. नहीं. ओ नेक्स्ट हरियाणा, इसके साथ राजस्थान आएगा. इधर है राजस्थान हरियाणा में तेल का पैसा कम सस्ता किधर है ना? हरियाणा सस्ता महंगा है. राजस्थान अच्छा इधर सस्ता है. जैसे आगे चलोगे हाँ इतना महंगा है. पंजाब में सस्ता है. पंजाब में सस्ते बोले यार. उधर कितना है? उधर हरियाणा में 3-4 रुपये फर्क मिलेगा. हाँ राजस्थान में 5-6 रुपये फर्क. कम में ज़्यादा है. ज़्यादा देख लेना आप आगे. मैं इधर से आएगा. वो हरियाणा में महंगा है और राजस्थान में महंगा है. इधर पीछे जम्मू कश्मीर सस्ता है. हाँ सस्ता है. चंडीगढ़ में सस्ता है. इधर थोड़ा महंगा हो गया. बाकी और महंगा होगा फिर आगे गुजरात में महंगा है. गुजराती കുറയും. गुजरात में सस्ता है. 100 അടിച്ചാലോടാ. അടിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ അടിച്ചാക്കുന്നത് എത്ര ലിറ്റർ കയറി? 5000-ന് 32 ലിറ്റർ കയറിയല്ലോ കേട്ടോ. ഓ ടാങ്ക് ഫുള്ളൊക്കെ അടിച്ചിട്ടാലോ? പക്ഷേ കണ്ടോ കൊണ്ടുപോകുമോ? അതാ പേടി ഞങ്ങൾക്ക്. കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ കൊണ്ടുപോകുന്നുള്ളത്. വേണ്ട. ടയർ പമ്പൻ ചൂടാട്ടോ. പമ്പൻ ചൂടാ. കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കാം. എന്നാ പൊള്ളലാ പോയെന്ന് അറിയാവോ? അമേരിക്ക റിമൂ. നിനക്ക് എത്ര ശമ്പളം കിട്ടുന്നുണ്ട് പറഞ്ഞോട്? എത്ര ശമ്പളം കിട്ടുന്നുണ്ട്? ആർക്കാ നിനക്ക് ശമ്പളം? आपको कितना मिलेगा? हमारा तो थोड़ा ही है. आपका 10 लाख महीने का. മൈന. ഒരു സന്തോഷം കിട്ടിയില്ല അവന്. ഗൈസ് എടാ ഇതാടാ ഡീസൽ ഫിൽറ്റർ കേട്ടോ. അതാ ഇതന്നെ സൗണ്ടിന് ചെറിയ അടിപ്പ് ഉണ്ടോ? ലീക്ക് ഉണ്ടോ? ഓയിൽ ലീക്ക് ഒന്നും അങ്ങനെ വലുതായിട്ട് കാണുന്നത്. പക്ഷേ ഇവിടെ പവർ സ്റ്റിയറിംഗിന് ഇവിടെ ഒരു ലീക്ക് ഉണ്ട് കേട്ടോ. വേറെ അങ്ങനെ എഞ്ചിൻ്റെ അവിടെ വലിയ ലീക്കോ സംഭവങ്ങളൊന്നും കാണുന്നത്. രാവിലെ ചെറിയ 2 പനിപ്പ് ഉണ്ടായിരുന്നു. കാട് എൻ്റെ കയ്യിലുണ്ട്. ഏക്കായ ഭയ്യ അത് ഉണ്ടായിരിക്കും. അറിയത്തില്ല. അത് ചോദിക്കില്ല. അത് അപ്പുറത്തെ ടാങ്കിൽ ഇപ്പുറത്തോട്ട് എണ്ണ തള്ളുന്നു. അതങ്ങനെ അതിൻ്റെ അവിടെ ഉണ്ടോ എണ്ണ? ഇത് നമ്മൾ ടാങ്കിൽ നിന്ന് തള്ളുന്നു. എങ്ങനെ അറിയത്തില്ല. അത് ചോദിക്കാതെ. അപ്പോൾ അതിന് വാൽവ് ക്ലോസ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നൂടെ? വേണ്ട. അതൊക്കെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഇത് തള്ളുന്നു. നീ ചോദിക്കാതെ. അതെ നമുക്കറിയില്ല എന്ന് വിചാരിക്കും. തന്നെ പരിപാടി കൊടുക്ക്. പൈസ 5000 അടിക്കാം. ഇല്ല ആയോടാ. और 200 डालो. कितने का? 2000. 2000 का. हाँ अभी 5000 उसको बिल्ली पहले निकालो. गाड़ी नंबर ഗാഡി നമ്പർ ആദ്യം 52 ലിറ്റർ 5000 രൂപ കേട്ടോ. ഇനിയിപ്പോൾ എത്രയാ? 2000 രൂപ കൊണ്ട് പഠിക്കാം. 20 ലിറ്ററും കൂടെ. ഇത് കണ്ടോ നമ്മളെ അക്കൂറത്തിൻ്റെ അകത്ത് മറ്റേ സാധനം ഇട്ടുപോലെ അങ്ങോട്ട് അക്കൂറത്തിൻ്റെ അകത്ത് വെള്ളം അടിച്ച എണ്ണ ഇങ്ങോട്ട് टेक्नोलॉजी ചോദിക്കരുത് കേട്ടോ. हाईवे जाने के लिए रास्ता में जाएगा. हाँ मिल जाएगा. सीधा जाएगा. एंट्री मिलेगा ना? टोल आइए टोल. हाँ ഓക്കെ നമുക്ക് ഇപ്പം ഇച്ചിരി റെസ്റ്റ് കിട്ടിയില്ലേ? നമുക്ക് നല്ല വെള്ളം കൊണ്ട് നിർത്താം കേട്ടോ. ടയർ വലിയ പള്ളിയിൽ ഈച്ച പോയ പോലെയാണ് ഇതിൻ്റെ ടാങ്കിൽ എണ്ണ അടിച്ചപ്പോൾ. ഇതൊന്ന് ഊരി നോക്കിയാലോ? അതിനാ ഇത് ലോക്കടാ. കണ്ട പിന്നെ നോക്കട്ടോ. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ എന്തെങ്കിലും സർക്കുലേഷനൊക്കെ ആയിരിക്കും. അങ്ങോട്ട് സർക്കുലേഷൻ ഒക്കെ ഉണ്ട്. നടന്നോട്ടെ. താക്കോലുക വണ്ടി ഓഫ് ആകുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ വണ്ടിയുടെ ഇലക്ട്രിക്കൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ഡീസൽ ടാങ്ക് ഇതാന്ന് തോന്നുന്നത്. അതിനാ ഇങ്ങോട്ടാ എണ്ണ എത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. വാ ഇവിടുന്ന് അങ്ങോട്ടാ പോകുന്നതെന്ന് തോന്നുന്നത്. വാ എടുക്കാം. പോവാ. ചൂട് കൊണ്ട് ഇതിൻ്റെ അടുത്ത് പോലും നിൽക്കത്തില്ല. ഇതിൻ്റെ അപ്പുറം പോലും മറ്റോടം രാജസ്ഥാൻ. മനുഷ്യന് എന്തെങ്കിലും റിലീഫ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നു. ഇതിൻ്റെ അപ്പുറം പോലും അവിടെ. ഗൈസ് ആ എലീനെ പിടിക്കാനുള്ള വേറൊരു സാധനം കൊണ്ട് അവിടെ ട്രക്ക് ഷോപ്പ് ഉണ്ട്. അവൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചു നോക്കട്ടെ. ചൗന്ന അങ്ങനെ ഇവിടെ എടുക്കല്ലേ. വണ്ടി ഉണ്ട്, ബൈക്ക് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എടുക്കല്ലേ. മീറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. മീറ്ററിൽ ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ ഇവിടെ കീ ഇടാൻ പോവാം. ഇതുണ്ട് ബൈക്ക് നോക്കണേ. എല്ലാം ഇപ്പം വർക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ട
ഇവലൊന്നും പൊങ്ങുന്ന പോലും കാണുന്നില്ല. ഒരു നാണം ഇല്ലടാ. 70 ലിറ്റർ ഞാൻ അതിൻ്റെ അകത്ത് അടിച്ചതാ, ഒന്നും കാണിക്കുന്നില്ല. എണീച്ച വണ്ടി എടുത്ത് അന്നങ്ങില്ല. ബൈക്കുണ്ട്. ആ ലിവിനെ അനങ്ങിയിട്ടില്ലേ? ആ ഫ്യൂവൽ അനങ്ങുന്നില്ല. 2 ടാങ്ക് ഇല്ലേ? ബൈക്കുണ്ടേ നോക്കണേ. നമ്മുടെ ഫ്യൂവൽ പക്ക പരാജയമാണ്. ആ 2 ടാങ്ക് അടിച്ചാലേ ഫുൾ ടാങ്ക് ഇനി കാണിക്കുള്ളൂ. ഇടയ്ക്ക് ചൂട് അവർ മാറിയിട്ടെടുക്കാം അല്ലേ? അത് മാറിയിട്ടെടുക്കാം. ഒന്നാമതേ കഷ്ടകാലം കൊമിന് മേലെ. ഇത് എന്ത് മീറ്റർ ഇത്? സാധാരണ മീറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ കാണണം, ഇത് അനങ്ങുന്നു പോലുമില്ല. ഇവനെ ഒന്നും ആയിട്ടില്ലെന്ന് എണ്ണ, പകുതി താഴെ എണ്ണയുള്ളേ. 70 ലിറ്ററാ? ആ നീ എന്നാ പറയുന്നേ? 7000 രൂപ. ഇപ്പൊ എത്ര പ്രാവശ്യം എണ്ണ അടിച്ചത് ഇതിനെ? ഇപ്പൊ മൊത്തം ഒരു 15-20 രൂപയുടെ എണ്ണ അടിച്ചിട്ടുണ്ട്. എത്ര ഉണ്ട്? ആദ്യം നീ 5 രൂപ അടിച്ചു, ഇപ്പൊ നീ 7000 രൂപ. 3000 രൂപ അടിച്ചു, 2000 രൂപ അടിച്ചു, 5 10, വീണ്ടും 3000 രൂപ അടിച്ചു, ഇപ്പൊ 7000 രൂപ അടിച്ചു അല്ലേ? ആ 60,000 രൂപ എന്തായാലും ആവും എനിക്ക് തോന്നുന്നു. നാട്ടിൽ പോകുമ്പോ 70,000 രൂപയുടെ എണ്ണയാവും. അടുത്ത സാധനം കിട്ടി കേട്ടോ. ഒരു ഡ്രൈവർ പറഞ്ഞു തന്നു. എന്നാ? പമ്പ എടുക്കുന്ന സാധനം ഉണ്ടെന്നു. പമ്പ എന്നാ അത്? അത് മതി നമ്മുടെ ടോയ്ലറ്റിലും മറ്റേ മൂത്രപ്പരയിലൊക്കെ മറ്റേ മൂത്രം വയ്ക്കുന്ന സാധനത്തിൻ്റെ അകത്ത് എടുക്കുന്ന സാധനമില്ലേ? ആ പിന്നെ അത് ഇരിപ്പുണ്ട്. അത് മേടിച്ചാ? അതും മേടിച്ചു. 120 രൂപ. അത് വെച്ചാല് പമ്പ് കിടക്കുമെന്ന്. ആണോ? പിന്നെ ഇവിടെ ഉണ്ടാവില്ലെന്ന്, അവരുടെയൊക്കെ വണ്ടിയിൽ ഉണ്ടാകുന്ന സ്ഥിരം. അതിന്റെ പേര് വെക്കുന്ന പറഞ്ഞു. വേറെ എന്തും മേടിച്ചാ? എന്നോട് സാറേ എന്നൊക്കെ പറഞ്ഞു കുറെ. ഞാൻ പറഞ്ഞു ഞാൻ സാറല്ല, ഞാൻ വണ്ടി മേടിച്ചോണ്ട് പോകുന്ന ആളാ, സാധാരണക്കാരനാന്ന് പറഞ്ഞു. അതുവരെ ഭയങ്കര ഇതായിരുന്നു സ്നേഹം. ലിബിനാ ഇനി അങ്ങോട്ടേ ചൂടെന്ന് പറഞ്ഞാ നിക്കാനും ഇരിക്കാനും പറ്റൂലെന്നാ പുള്ളി പറഞ്ഞേ. ആണോ? പമ്പൻ ചൂടാന്നാ? മണ്ടത്തരം പറ്റിപ്പോയി, അപ്പുറത്തെ റൂട്ടിൽ പോയാൽ മതിയായി. ആ വർക്കത്തോ എന്തെങ്കിലും കേട്ടെ പോട്ടെ മോനെ. ആൻഡ്രോയിഡ് ഫോൺ വേണോ നിനക്ക്? ആൻഡ്രോയിഡ് ഫോൺ വേണോ? വേണ്ട വേണ്ട എന്നാ താങ്ക് യു. വണ്ടി ഫ്രണ്ടിൽ നിന്ന് മാറുന്നുണ്ടോ നോക്കണേ. പോവാടാ പോവാ. അതിന്റെ ഉള്ളിൽ കണ്ടല്ലോ. ഓ ഒരു വണ്ടി പ്രാന്തം കയറി കഴിഞ്ഞാൽ 40,000 രൂപ. അമ്മാതിരി സാധനങ്ങളാണ്. പറയാൻ പറ്റില്ല. ഞാൻ എന്നെ സെൽഫ് കൺട്രോൾ ചെയ്തു, ഞാൻ എന്നെ തന്നെ. കാരണം എണ്ണ അടിച്ചിട്ട് ഒരു വികാരം ഇല്ലല്ലോ. ഇനി അങ്ങ് പൊക്കോളും. ഇനി എങ്ങനെ പോയാലും 100-100 കിലോ. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഫ്രണ്ടിൽ നിന്ന് വേണം നമുക്ക് ഇനി തിരിഞ്ഞ് കയറാൻ വേണ്ടിട്ടോ. എലീനെ ഓടിക്കാനുള്ള സാധനം മേടിച്ചു. പിന്നെ അത് കൂടാതെ എണ്ണ അടിച്ച് നമ്മളങ്ങനെ നേരെ ഫ്രണ്ടിൽ എന്തോരോ ആൾക്കാരോ ട്രാക്ടറിൽ ലഭിക്കാൻ ഇഷ്ടം പോലെ. എനിക്ക് തോന്നേ കർഷകരാ പണി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുന്ന നിസ്സാര പൈസ 300 രൂപയൊക്കെ ഇപ്പോഴും ഇവിടുത്തെ കൂലിയുള്ളൂ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അധ്വാനിച്ചാൽ. പിന്നെ അവിടെ അന്വേഷിച്ചു, ഇവിടെ എന്താണോ അതിന്റെ വല്യപ്പനാന്ന് പറഞ്ഞ അവിടെ ചൂടാ. ഇനിയിപ്പം ഗുജറാത്ത് കഴിയണമെന്ന് ചൂട് കുറയണമെങ്കിൽ. ഗുജറാത്ത് കഴിഞ്ഞാൽ ചൂട് കുറയെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഓടിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ലെങ്ത് എത്ര കിലോമീറ്റർ ഉണ്ട്? 1000-1500 കിലോമീറ്റർ ഉണ്ടോ? ഏകദേശം 1000-അടുത്ത് കിലോമീറ്റർ ഉണ്ടോ ലിബിയെ. ഓൾറെഡി രാജസ്ഥാനിൽ ഭയങ്കര ചൂടാ. പെട്രോളോടാ ലിബിയെ. രാത്രി തണുപ്പാവോ? ഇല്ലല്ലേ? ഞാൻ ഓർത്ത് രാജസ്ഥാനിലെങ്കിലും തണുപ്പുണ്ടാവുന്നു, അതും ഇല്ലല്ലേ. അങ്ങോട്ട് പഴകി സാധനത്തിനെ പിടിച്ചായിരുന്നു നമുക്ക് ഇച്ചിരി സമാധാനം കിട്ടുമായിരുന്നു. എലീനല്ലേ? എലീനെ ഇന്ന് പിടിക്കണം. പിടിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് പരിപാടിയുള്ളൂ. ഈ കാണുന്ന ഹൈവേ തീരുന്നതേ അഹമ്മദാബാദിലാണ്. പക്ഷെ 306 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്കൊരു എക്സിറ്റ് ഉള്ളൂ. ഇവിടുന്ന് അഹമ്മദാബാദിൽ 900 കിലോമീറ്റർ ഉണ്ട്. 900 കിലോമീറ്റർ ഉണ്ടോ? അത് ഗുജറാത്തിന്. അപ്പൊ 900 കിലോമീറ്റർ ഹൈവേയാ. ഈ എലിയുടെ ഒരു ഭാഗ്യം, പഞ്ചാബിൽ കിടന്ന എലീനെ ഞങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുപോകാം. ഞങ്ങൾ 3 പേരായിട്ട് സഞ്ചരിക്കുന്നത് അല്ലേ? ഗൈസ് പോകുന്ന വഴിയുടെ അപ്പുറം ഇപ്പുറമൊക്കെ മൊത്തം കൃഷിപ്പാടങ്ങളും കൃഷിയോടനുബന്ധപ്പെട്ട പരിപാടികളും സംഭവങ്ങളും ഒക്കെ ആട്ടോ. എന്തായാലും ഇന്ന് നമുക്ക് എന്നാ കുറച്ച് രാത്രി ഓടിക്കാലടാ. അതെ 900 കിലോമീറ്റർ ഹൈവേയാ ഇത്. 900 ഇല്ല, 306 കിലോമീറ്റർ ഹൈവേ. 306 കിലോമീറ്റർ തീർന്നേലും എങ്ങനെ അടിച്ചാലും 5 മണിക്കൂർ വേണം. 5 മണിക്കൂറില്ലാതെ ഈ ഹൈവേ ഒന്നും ഓടി തീരൂല കേട്ടോ. ഗൈസ് ഇത് പുതിയ റോഡാട്ടോ. എനിക്ക് തോന്നുന്നു പുതിയ. നമ്മൾ ആദ്യമായിട്ട് ഈ റോഡിൽ കൂടെ അല്ലേ? നമ്മളന്ന് തുർക്കി കണ്ട പോലത്തെ 2 ഒരേ പാലം. നീ ഓർക്കുന്നുണ്ടോടാ? സത്യം. അന്ന് തുർക്കിയിൽ നിന്ന് നമ്മൾ ഗ്രീസിലേക്ക് പോകുന്ന, പക്ഷെ അത് വലിയ പാലം. 5 കിലോമീറ്റർ 6 കിലോമീറ്ററിനാണ്. അത്ര കിലോമീറ്റർ അല്ലേ ഇത്, മീറ്ററേ ഉള്ളൂ. ഇത് ഏതാടാ ഇത്? ഗൈസ് നമ്മൾ സത്യം പറഞ്ഞ് ഇപ്പൊ പോകുന്നത് എത്രയെന്നറിയാവോ? എന്നെ ചല്ലിത് ശരിക്കും. ഇത് 754 ഏഷ്യൻ ഹൈവേ ആണോ? ഏഷ്യൻ ഹൈവേ അതായത് NH 754
അതെ ഇന്ത്യ. പാടത്ത് പണിയെടുക്കണം. ഈ പ്രാവശ്യം കണ്ടമാനം ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടു കേട്ടോ. അതിന്റെ കാര്യം വെച്ചാൽ ഈ പ്രാവശ്യം വലിയ മഴയില്ലല്ലോ, അപ്പൊ ഇവർക്ക് 3 കൃഷി ഇറക്കാൻ പറ്റുമായിരിക്കും. അതായത് ഇവര് നേരത്തെ കൃഷി ഇറക്കുന്നത്. കണ്ടമാനം സ്ഥലത്ത് ഇതുപോലെ കൃഷിയാ. എന്തോരം സ്ഥലങ്ങള് നമ്മൾ നെല്ല്, അതുപോലെ ഗോതമ്പ്, ചോളം, ഏതൊക്കെ ടൈപ്പ് കൃഷി. പഞ്ചാബ് എന്ന് പറയുന്ന കൃഷിയുടെ ഈത്തില്ലുമാണ്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ഏകദേശം ഒരേപോലെ തന്നെ കേട്ടോ. കേരളത്തിൽ എനിക്ക് തോന്നുന്നു പാലക്കാട് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും. പിന്നെ കുറച്ച് വയനാടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി എവിടെയൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാം മാറിപ്പോയി കണ്ടോ. ആ പുള്ളിക്കാരൻ ചൂടെടുത്തിട്ട് അതിൻ്റെ ഇരിക്കാൻ പറ്റുന്നില്ല. അവരെ പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല കേട്ടോ. അവിടെ ഡോറ് തുറന്നെന്ന് ഓർത്ത് അവർക്ക് അതിന്റെ അകത്ത് ഇരിക്കാൻ മേല. അമ്മാതിരി ചൂടാ. അതെ, അമ്മാതിരി ചൂട്. ഇതിന്റെ അപ്പന്റെ അടുത്തോടെ ഇപ്പം പോകുന്നത്. ഞാൻ രാജസ്ഥാനിൽ തണുപ്പാന്ന് ചോദിച്ചാൽ തണുപ്പല്ലല്ലേ ഗൈസ്. ഇത് കണ്ടോ, ആ ഡോറ് വെച്ചാക്കുന്നത് കാറ്റ് കിട്ടാൻ വേണ്ടി കേട്ടോ. അവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതിനകത്ത് ഇരിക്കാൻ പറ്റണ്ടേ. എല്ലാം ഊരിക്കളഞ്ഞു കാണും അല്ലേ? എല്ലാം ഊരിക്കളഞ്ഞു. അവൻ റീൽ എടുക്കുക. മറ്റേ പുള്ളിയുടെ റീൽസ് കയറ്റിക്കൊണ്ടിരിക്കും. വലിയ മണ്ടത്തരായിപ്പോട്ടോ. ഇതിലെ വണ്ടി നമ്മൾ ഈ റൂട്ടിൽ കൂടെ കൊണ്ടുപോയി നമ്മൾ അപ്പുറത്തെ റൂട്ടിൽ കൂടെ പോയാൽ മതിയായിരുന്നു. അമ്പം ചൂടാണ്. വണ്ടിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് പാളി. അത് ഇതെന്നാ ചെയ്യുന്നു, ഉരിച്ചിട്ട് നോക്കിച്ചാലോ മൊത്തം. ഉരിച്ച് നോക്കുന്ന നല്ല ആയിരിക്കും. മാർക്കേ വലിപ്പല്ലേ? ഫ്രണ്ട് ആയതുകൊണ്ടാ പേടി. അതാ ഒന്ന് ഇതാ ചെറുതാണല്ലോ. ഒന്ന് ഇവനെ നോക്കണൂടാ മൊത്തം. നോക്കട്ടെ, അടുത്ത് നോക്കട്ടെ. അടുത്തോ ആ ടയറിന് വിഷയമുള്ളൂ. വേറെ പൊട്ടി ടയറിലുണ്ട്. ഒന്ന് ഊറ്റിട്ട് പാച്ചിപ്പിച്ചാലോ? എടാ പണി പാളിയല്ലോ. ഒന്നവിടെ വലുത് പൊട്ടി. ഇത് വലുതായിട്ട് വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. സ്റ്റെപ്പിന് ഒരെണ്ണം ഉള്ളതുകൊണ്ട് പേടിക്കണ്ട. എന്നാലും വിള്ളലുണ്ടെന്നേ പല സ്ഥലത്ത്. ഇതാ ഇവിടെ ഏതാ ഒന്ന്. അതൊന്നും വിഷയമല്ല. ഇവനെ നോക്കോളാം. ഞാൻ അവിടെ വരെ ഒന്ന് ഓടിക്കാം. അങ്ങനെ മനസ്സിലാവൂലത്. പിന്നെ എങ്ങനെ മനസ്സിലാവുക? ഓരോ സമയത്ത് നിർത്തുമ്പോൾ നോക്കുക. ഓരോ സമയത്ത് നിർത്തുമ്പോൾ നോക്കുക. അങ്ങനെയല്ല, ഇങ്ങനെ എന്തെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും. അത് നിർത്തുമ്പോൾ ആക്കി കൊടുക്കണോ? അല്ല റണ്ണിങ് മനസ്സിലാവൂലത്. പണി ആയല്ലോടാ. അത് ഇച്ചിരി വലിപ്പം കൂടുതലാണല്ലോ അല്ലേ? അത്യാവശ്യം വലിപ്പമായത്. ഇവിടെ വേറെ ഉണ്ടായിരുന്നു 2 പൊട്ടിയത്. ഞാൻ ഇങ്ങനെ പെതി ഉരുട്ടി കഴിഞ്ഞാൽ എനിക്ക് ബേക്കിൽ നിന്ന് ഇങ്ങനെ നോക്കി മനസ്സിലാവില്ല. അത് പിന്നെ എങ്ങനെയാണ് അത്ര വലുത് മനസ്സിലായില്ലേ? പാച്ചി അയക്കേണ്ടി വരും അല്ലാതെ പിന്നെ വാച്ച് ചെയ്യിപ്പിക്കേണ്ടി വരും. ഈ റൂട്ടിൽ വന്ന് വമ്പം മണ്ടത്തരായി പോയിട്ടോ. നമ്മൾ വിചാരിക്കുന്ന മണ്ടത്തരല്ല, വമ്പം മണ്ടത്തര ഈ റൂട്ടിൽ വന്നത്. പക്ഷെ അപ്പുറത്തോടെ പോയായിരുന്നു. കിലോമീറ്ററും കുറവായിരുന്നു. വെറൈറ്റി പിടിക്കാൻ വേണ്ടി പോയതാട്ടോ. ഞങ്ങൾക്കാണേൽ വണ്ടികളിൽ നിർത്തണം, ഭക്ഷണം ഉണ്ടാക്കണം. ഗൈസ് ലിബിനെ, നമ്മളിന്ന് പ്ലാൻ ചെയ്ത് ഏതെങ്കിലും ഹോട്ടലിൽ കിടക്കാമെന്ന്. പക്ഷെ നമുക്കത് പറ്റുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇന്ന് എലിക്ക് താവളം ഒരുക്കി അവനെ കുരുക്കിയിട്ട് ഞങ്ങൾ ഇന്ന് ബേക്കിൽ കിടക്കും. ഇനി ഞങ്ങളുടെ പ്ലാൻ അതാ കേട്ടോ. ഞങ്ങൾ ഹോട്ടൽ എടുക്കുന്നില്ല. ഹോട്ടൽ നമുക്ക് പറ്റിയ പരിപാടിയല്ല കേട്ടോ. ഏറ്റവും നല്ലത് ഇന്നിവനെ കുരുക്കാനുള്ള എല്ലാം ഇവിടെ ഒപ്പിച്ചിട്ട് നേരെ ബേക്കിൽ ഇന്ന് കിടക്കുക. വേറെ ഒന്നും നോക്കുന്നില്ല കേട്ടോ. നാളെങ്ങാനും വന്നിട്ട് ബാക്കി ചിന്തിക്കാം. വലിയ അടിയായിപ്പോയല്ലോ. അതത്ര വലുതായത്. ലിബിനെ, ഏതെങ്കിലും കട ചെണ്ട എല്ലാ ടയറും ഊരിച്ചിട്ട് പാച്ച് നോക്കാൻ പറഞ്ഞാലോ? എല്ലാ ടയറും ഊരിട്ട് കാര്യമില്ല. എന്നാ പിന്നെ ഒന്ന് നോക്കണോടാ ലിബിനെ. ഇങ്ങനെ നടക്കാനത് മനസ്സിലാവും. ഇല്ല, മനസ്സിലാവില്ല. നിർത്തുമ്പോൾ അത് മനസ്സിലാവില്ല. ഞാൻ പതിയെ ഉരുട്ടാ. നീ ജസ്റ്റ് അവിടം വരെ പോയില്ലെന്ന്. അങ്ങനെ വണ്ടി നിർത്തുമ്പോൾ ഇതേപോലെ നോക്കുക. ഇത് 4 ചക്രം അങ്ങനെ ഓടുമ്പോൾ നോക്കുക. എടാ ആദ്യം നീ ഇവിടുന്ന് ഒരെണ്ണം മാത്രം നോക്കുക. കിട്ടൂലെന്ന്. വണ്ടി നിർത്തുമ്പോൾ നീ വണ്ടി എടുക്കുക, ഞാൻ നോക്കാം. എന്നാൽ ഞാൻ എടുക്കാം. നീ നോക്കണം. എടുത്ത് വണ്ടി എടുക്കുക, ഞാൻ നോക്കിക്കോളൂ. എടുക്കുക. കൈസ് ഇതല്ലാതെ നടക്കൂല കേട്ടോ. ഇത് മൊത്തം നോക്കണം. എടുക്ക ഇപ്പൊ നല്ല കോമഡി കാണാം കേട്ടോ. എടുക്ക. ആയിക്കോട്ടെ. ഹാൻഡ് ബ്രേക്ക് താത്ത. ഹാൻഡ് ബ്രേക്ക്. ഇട അത് 3 ഇങ്ങോട്ട് തള്ള. ക്ലച്ചെന്ന് കാലെടുത്തേ. ആയില്ലേ, ഞാൻ നോക്കട്ടെ. ഞാൻ ഇങ്ങനെ വെക്കുവാണ്. എടുത്തോ, പതിയെ എടുത്തോ. ആ ഡോർ അടയ്ക്കേ. അത് കുഴപ്പമില്ല, അവിടെ വരെയല്ലോ. എടുത്തോ. 4 ടയർ നിർത്തിക്കേ. ഒന്ന്
ഒന്ന്. ആ പോട്ടെ പോട്ടെ പോട്ടറാ പോട്ടെ. പെതിയപ്പോ പെതിയപ്പോ എടാ പെതിയപ്പോടാ. ആ പോട്ടെ 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 പോട്ടെ. പെതിയപ്പോ പെതിയെ പോട്ടെ 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 പോട്ടെ. പെതിയെ പെതിയെ. ആ നിർത്തിക്ക നിർത്ത നിർത്ത നിർത്ത. ഒന്ന്. ആ പോട്ടെ പോട്ടെ പോട്ടെ. വണ്ടി പോട്ടെ. പെതിയെ പെതിയെ പോട്ടെ പോട്ടെ. പെതിയെ പോട്ടെ. ആ നിക്കട്ടെ. ഓക്കെ നിക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ. ഇനി ഞാൻ അപ്പുറം ഉണ്ട്. അവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം. പെതിയോ 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 പെതിയ വാടാ. പെതിയെ പെതിയെ പെതിയോ വാ. ഞാൻ ക്ലച്ചാലാ വണ്ടി എടുക്കുന്നത്, കൊടുക്കുന്നില്ല. നീ വാ പെതിയെ പെതി വാ. പെതിയോ പെതിയെ 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 വാ. നിർത്തിക്കോ. ഈ ടയറിനൊരു കുഴപ്പമില്ല. ആയില്ലേ? ആ പോട്ടെ പോട്ടെ. പെതിയെ പെതിയെ പോട്ടെ 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 പോട്ടെ. നിർത്തിക്കോ നിർത്തിക്കോ നിർത്തിക്കോ. നിർത്ത നിർത്ത. ആ ടയറും കൂടെ നോക്കട്ടെ ഗൈസ്. ആ എടുത്തേ പെതിയെ എടുത്തേ. ആ അങ്ങനെ തന്നെ പോട്ടെ. പെതിയെ പെതിയെ പോട്ടെ പോട്ടെ. പോട്ടെ. പെതിയെ പെതിയെ. ആ നിക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ. രണ്ടെണ്ണം ഉണ്ടല്ലേ. ഒന്ന്. ആ ലിമിനെ ഒന്ന് കറക്കിക്കാടാ. ഒന്നും കൂടെ പോട്ടെ. മൂന്ന്. മൂന്നും പോട്ടെ പോട്ടെ പോട്ടെ. ആ നിക്കട്ടെ. നിർത്ത നിർത്ത. ന്യൂട്രലിട്ട് വലിച്ചോ. ആ ന്യൂട്രൽ ഹാൻഡ് ബ്രേക്ക് വലിക്ക. ഒരു ക്ലിപ്പ് മേലായിട്ട് വീണോ? ആ എടുത്തോ എടുത്തോ. ഇതിന് രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം പാതി പിടിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു ടയർ വിഷയമുള്ളൂ. ഇതും ഈ ഒരു ടയറും ഇവിടെ. ഇതിന് രണ്ടെണ്ണം. ശേടാ ആ ടയറിന് വിഷയമുള്ളൂ. ഇതാ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന്. ഇതുകൊണ്ട് ഇതിന് ഇവിടെ ഒന്ന്. ഇതിനിവിടെ ഒന്ന്. എവിടെ? ഇതിൻ്റെ ഇവിടെ ഒന്ന്. ഇത് ഈ വരയുടെ ഇവിടെ ഉള്ളിലോട്ട് കുത്തി കയറിയേക്കോ. ഇനി അടുത്തത് ഇതിലൊന്നും അങ്ങനെ കാണുന്നില്ല. ആ ഒരെണ്ണം മാത്രമേ വലുതുള്ളൂ നമ്മൾ കണ്ടത്. ഏതാ ഇതല്ലേ? അതിറക്കിയിട്ട് പാച്ചടിച്ചാലോ? ചെറുത് നോക്കണ്ട. അതൊന്നും കൂടി നോക്കണം. ആ ഒരെണ്ണം മാത്രം.
ഇതിന് കട്ടപൊട്ടലും ദൈവമേ ഗൈസ് വലിയ മണ്ടത്തരം പറ്റിയിട്ടോ. ഒന്നേല് പകൽ യാത്ര ഒഴിവാക്കിയിട്ട് യാത്ര ചെയ്യേണ്ടി വരും കേട്ടോ, ഇല്ല പരിപാടി പാളും. റെസ്റ്റ് ഏരിയ കാണുന്നത് അവിടെ വലിയ റെസ്റ്റ് ഏരിയ കേട്ടോ. സിഗ്നൽ എന്ന് പറഞ്ഞാൽ വമ്പ റെസ്റ്റ് ഏരിയ പോയിട്ട് ഒരു തേങ്ങയില്ല. ഇത് മാത്രമാണ് വലുത്. നീ ഈ ടയറിനല്ലേ കണ്ട ഏറ്റവും വലുത് അല്ലേ? ഇത് മാത്രം. ഇത് നമുക്ക് പാച്ചടിച്ചാലോ? അടുത്ത ടയർ ഷോപ്പ് കണ്ടിട്ട് നമ്മുടെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് സാധാരണ ഇവിടുന്ന് വന്ന് ചെയ്യാൻ വേണ്ടി വമ്പം വലിപ്പോ. പക്ഷേ പൊട്ടാൻ സാധ്യതയുണ്ട്. അമ്മാതിരി ഇതാ, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ആ സൈഡിൽ എത്തിയാക്കുന്നില്ലേ, അത് നോക്കട്ടെ, മറ്റേത് നോക്കിയാൽ മതി. അല്ല സ്റ്റെപ്പിനി ടയർ എടുത്ത് കുറച്ചും കൂടെ പിള്ളേക്ക് ആ ഭാഗം ഒന്ന് ഐഡന്റിഫൈ ചെയ്തു. അല്ല സ്റ്റെപ്പിനി ടയർ എടുത്ത് ഇങ്ങോട്ടിട്ടാലോ? ഇത് മാറ്റിയല്ലേ? അതിന് കുഴപ്പമുണ്ടോ? അത് ഇതിനേക്കാളും കൊള്ളൂല ടയർ. അല്ല ഇത് മാറ്റി ബേക്കിൽ ഇടാൻ പറയാം. ഏതാ? ഇതെടുത്ത് അവിടെയും അതെടുത്ത് ഇവിടെ ഇടാൻ പറയാം. അല്ല ഇതിന്റെ അടച്ചിട്ട് ടൈപ്പിച്ചാൽ മതി. അത് നല്ല അത്യാവശ്യം നല്ല ഇതുണ്ട്. നോക്കിക്കാം ഗൈസ്. പോ ചൂടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് കിടക്കണ്ട കേട്ടോ. അതിലും ഭേദം ഇതാന്ന് തോന്നുന്നു. ഇനി അത്ര വലിയ വിഷയം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി ഇതിൻ്റെ അകത്ത് കിടക്കാം. ചൂടുണ്ടാ? വലിയ ചൂടില്ല. അതിനെ അപേക്ഷിച്ച് നോക്കാൻ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ ഫുള്ള് കൃഷിപ്പാടങ്ങളാട്ടോ. കൃഷി ആയി വരുന്നുള്ളൂ. രാജസ്ഥാൻ, ഇത് രാജസ്ഥാനാണോ ഹരിയാനയാണോ? ഇത് രണ്ടിൽ ഏതൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ രാജസ്ഥാൻ എത്തിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. വണ്ടികളൊക്കെ ഭയങ്കര കുറവാട്ടോ റൂട്ടിൽ. ഞാൻ വിചാരിച്ചേ ഈ എക്സ്പ്രസ് ഭയങ്കര വണ്ടിയായിരിക്കുന്നു. പക്ഷെ അത്ര ഇതൊന്നുമില്ല. യമുന എക്സ്പ്രസ് അത്ര തിരക്കുള്ള എക്സ്പ്രസ് ഞാൻ ഇന്ത്യ കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര തിരക്കാണ് റൂട്ടിൽ. അമ്മ ടോളാതിന്, അത് കാരണം വണ്ടി കയറൂല. ആയിരിക്കും, എല്ലാം ഷോർട്ട് കയറി പോകുന്നതായിരിക്കും. മറ്റേ നമ്മൾ പോകുന്ന വഴി കൂടെ അവിടെയാണ് HP മഹാരാഷ്ട്രയുടെ ടോളും പ്രശ്നങ്ങളും ഭയങ്കര തലവേദനയാണ് അവിടെ. നമുക്ക് ഫ്രണ്ടിൽ എവിടെയെങ്കിലും നല്ല രസമുണ്ടല്ലോ. നല്ല രസമുണ്ട്. എന്നാൽ ഓടിച്ചോ, ഒരു 100 കിലോമീറ്റർ ഓടിച്ചോ, നല്ല രസമായിരിക്കും. അതിപ്പം തന്നെ പാച്ചടിച്ചാലോ? നീ ഒന്നും കൂടെ പെതിയെ ഒന്ന് എടുക്കോടാ, ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ഇത്രയും കൈ ഉള്ളിൽ കയറി പോകുന്നു. അത് പറഞ്ഞ് ഒന്ന് പെതിയെ എടുത്ത ഒന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തിട്ട്. പെതിയെ ഇതല്ലായിരുന്നോ ടയറ്? ഇത് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. എൻ്റെ അമ്മച്ചി മാതാവേ, ഒന്നും കൂടെ എടുത്തേ. പെതിയെ എടുക്കാവല്ലേ? എടാ ഞാൻ ഇവിടെയാ കേട്ടോ നിൽക്കുന്നേ. നീ എവിടെയാ? ഇവിടെ തുറപ്പ സ്റ്റീറിംഗിന്റെ എവിടെയുള്ള തുറപ്പന് ഇവിടെയുള്ള എന്തിയെ? ഇത് എവിടെ ഇപ്പൊ ഉണ്ട്? എവിടെ? എവിടെ കണ്ടോ? എന്തിയെ? ഇതിന്റെ ഇവിടെ. എവിടെ? ഓ ഇതാ എലി. ഇതാ ഇതാ എലി. എന്തിയാണോ ഇതാ ഇരിക്കുന്നു. കാലുണ്ട. എന്താ ചെയ്യാ? ആശാൻ രക്ഷപ്പെടാനുള്ള പരിപാടിയാ. കിട്ടി പോനെ പറഞ്ഞില്ല. മാറിക്കൊടുക്കണം. മാറിക്കോട്ടെ. പോവാണോ? പോട്ടെ. എടാ നീ കമ്പിങ് വേ എടുക്കണം. മാറിക്കേ. ഗൈസ് ആളിരിക്കുന്നുണ്ടാ? കണ്ട ഇരിക്കുന്നുണ്ടാ? ദേ ഇരിക്കുന്നു ആശാൻ. എൻ്റെ ദൈവമേ, ഇവനെ വീഴ്ത്താൻ വേണ്ടി എന്തൊക്കെ സാധനം മേടിച്ചെന്നറിയാം നമ്മൾ. എങ്ങോട്ടാ പോകുന്നതെന്ന് പഠിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ പരിപാടി പാളും കേട്ടാ. അങ്ങനെ എങ്ങോട്ടാ പോകുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആശാൻ അതിൻ്റെ അകത്തുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൻ്റെ എവിടെയായിരുന്നോ ആശാൻ? ഗൈസേലി ഇരിക്കുന്നു. ആ വാല് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഈ വാല് മാത്രം കാണാനില്ലല്ലോ അതിനെ. ഇങ്ങുവാ എന്തിയാ? കാണാനില്ല. അടിപൊളി. അവിടെ മറ്റേ എടുക്ക്, മറ്റേ വൈപ്പറിന്റെ എടുക്ക്. ബേക്ക് വേഗം എടുത്തിട്ട് വാ. വേഗം ചാടി ഉള്ളിൽ കയറ്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സാധനം പോകൂട്ടാ. തൊരപ്പനെ പിടിക്കാൻ തീരുമാനിച്ചു. അവനെ കിട്ടിയില്ല കേട്ടോ. അവൻ ഉള്ളിൽ കയറിപ്പോയി. അവനെ പിടിക്കാൻ തീരുമാനിച്ചു. നിന്റെ കാലിൻ്റെ അതിലൊന്നും വരുമല്ലോ. ഇത് വെക്കാം, പിന്നെ ഇതും. ഇത്ര സാധനം കേട്ടോ നമ്മൾ വെക്കുന്നത്. അത് നീ കാലിരിക്കുന്നതിൻ്റെ അവിടെ. നീ അവിടെ വെക്ക. ഞാൻ അവിടെ വെക്കാവോ? എവിടെയാ? ഇതിന്റെ അകത്ത് 2 എണ്ണം വെക്കണം. അതിന്റെ അകത്തല്ല ഈ സാധനം ഇപ്പം ഫുള്ള് പുറത്തോട്ട് ഇറക്കണം. സബ്ബൊക്കെ അത് നീ ഇരിക്കുന്ന സീറ്റിനെ അങ്ങോട്ട് വെക്കില്ല. പിന്നെ കുപ്പിയും കാപ്പി ആ സാധനമൊക്കെ താഴോട്ടിട്. കുപ്പികളൊക്കെ താഴോട്ടിട്. എടുക്കാം. അപ്പുറത്തോട്ടിട്. ആ ചൂട് അതും മാറ്റണം. ഞാനിവിടെ വെക്കട്ടെ. 2 3 ഞാനിവിടെ ഒരെണ്ണം വെക്കട്ടെ കേട്ടോ. തൊരപ്പനെ വീഴ്ത്താനുള്ള എല്ലാ ട്രാപ്പും ഞങ്ങൾ പണി വെച്ചിട്ടുണ്ട്.
1 മണിക്കൂർ ഞങ്ങൾ അവന് സമയം കൊടുക്കും. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഊരി പോന്നു കഴിഞ്ഞാൽ അവനെ നമ്മൾ വെറുതെ വിടും. അതെ, ഇല്ല അവനെ നമ്മൾ ഞങ്ങൾ 400-500 രൂപ മുടക്കിയ സാധനം മേടിച്ചത്. എന്തേ പിന്നെ ഇവിടെ നിന്നാ ടയറിലേക്ക് എന്തേ ഓഹോ പിടിച്ചേ. സാധനം എടുത്ത് അവിടെ ഇടുകയും ചെയ്തു. അത് കണ്ടായിരുന്നു. ഇപ്പം ടാപ്പ് ഇട്ടിച്ചാൽ മതി. എവിടെയാണ് വേഗം കാണിച്ചു തരാമോ? പക്ഷെ അതെങ്ങനെയൊന്ന് തുറക്കുക? ആ സാധനം എടുത്ത് അതിൻ്റെ ഇതിൽ ഇവിടെ കോയിൻ പോലത്തെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ദൈവാനുഗ്രഹം. അങ്ങനെ ഗുണമുണ്ടോ കേട്ടോ നമ്മുടെ സെറ്റപ്പിൽ? ഒരു സാധനം ഉണ്ടാവില്ല. ഇവിടെ കൈയിട്ട് നോക്കാം. കോയിൻ പോലത്തെ ഒരു സാധനമില്ല നിൻ്റെ കയ്യിൽ. സാധാരണ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകുന്നു. ഷോ അവിടെ കോയിൻ പോലത്തെ എന്തെങ്കിലും സാധനം ഉണ്ട്, തുറക്കായിരുന്നു. നീ ഒരു കുപ്പിയുടെ അടപ്പെടുക്ക്. അതുകൊണ്ടൊന്നും തുറക്കൊന്നുമില്ല. പോ, എയർ കണ്ടുപിടിച്ചായിരുന്നാൽ അതിപ്പം തന്നെ സെറ്റ് ചെയ്യാം. എയറിലേക്ക് കണ്ടുപിടിച്ചു. ഇതുകൊണ്ടൊന്നും ആവൂലല്ലോ. പിന്നെ പോടാ, പൊട്ടത്തരം പറയാം. എന്തെങ്കിലും ഒരു സാധനം കിട്ടുമായിരുന്നില്ല. എനിക്ക് കമ്പനി എയറോണില്ലേ, അതിനകത്തുനിന്നാ തോന്നേ. അത് തുറക്കുക പിടിക്കുകയോ ചെയ്താൽ മറ്റോ പോകും കേട്ടോ. തുറക്കടക്കുകയും ചെയ്താൽ മറ്റോ പോകും. പിന്നെ ഞാനാ സെറ്റ് ചെയ്യാൻ ഇതോ മൊത്തത്തിലാ? എൻ്റെ ബുദ്ധി വിമാനമാണ്. അയ്യോ പെട്ടെന്നായിക്കോട്ടെ. റോക്കറ്റ് അവൻ പടണേ നല്ലൊന്ന് കിടപ്പാണ്. കിടപ്പ് ആ മൂത്രത്തിൽ ഇടുന്ന സാധനം ഇട്ടാക്കുന്നത്. എങ്ങനെ കിടക്കും ദൈവത്തിന് അറിയാം കേട്ടോ. കേട്ടോ നോക്കട്ടെ. ഒന്നായി. ഇത് പിടിച്ചെരുവി. മറ്റേ ഊരിൻ്റെ കാര്യം സൈഡാന്ന് നോക്കിയേ. നോക്കി പിടിച്ചേ. പൈപ്പ് നോക്കട്ടെ. എവിടെയാണ്? കൂടി അത് തന്നെ ഈ പൈപ്പല്ലേ? ഇതല്ലേ? ഉറപ്പല്ലേ? അത് തന്നെ അത് തന്നെ. തർപ്പാനി എടുക്കാൻ പോവാ. തർപ്പാനി എടുക്കാൻ പോവാ. തർപ്പാനി ആ പൈപ്പാന്ന് ഉറപ്പല്ലേടാ? ബാ. അത് എന്തിൻ്റെ പൈപ്പായിരുന്നത്? ഇല്ല ഇല്ല. ഇനി ബേക്കിലുണ്ടാവൂടാ. എന്നാ എലി പറയാൻ പറ്റൂല. എത്ര നാൾ നിർത്തിയിട്ട വണ്ടിയല്ല. അവിടെ ഇവിടെ എല്ലാം ഉണ്ടാവും. ഇങ്ങനെ അകത്തി പിടിച്ചേ. ഇവിടെയാ? വെട്ടം കാണത്തില്ല. അകത്തിപ്പിടി. കാണാവാ? ഓ ഇത് പൂട്ടിയിട്ടേക്കുവാ ഞാൻ. മൂഞ്ചിയിലും അത് വിടാതെ നമുക്ക് പിന്നെ ശരിയാക്കാം. നമ്മുടെ എയർ ലീക്ക് കണ്ടുപിടിച്ചേട്ടാ. ഈ ഒരു ഏരിയയിലാണ് അവന്മാർ എക്സ്ട്രാ പൈപ്പ് എടുത്തിട്ടെടുത്താ. ആരാ? എയർ ഹോണിന്. ഇത് പഴയതിനല്ലേ? മറ്റേ സൂണം ചെയ്ത്. സൂണം ചെയ്തതിലേക്ക് ഡബിൾ പൈപ്പ് ചെയ്തത്. അതാ സൂണെല്ലാം ഒപ്പിക്കാണ്ട് നോക്കിയതാ ഉള്ളത് വെച്ച്. ഇല്ല സൗണ്ടില്ല. അത് നല്ല സൗണ്ടായിരുന്നു. ഒന്ന് ചെയ്യിപ്പിക്കണമല്ലോ ആരെങ്കിലും കൊണ്ടില്ല. പിന്നെ അത് ടൈറ്റ് അയക്കണം. ടൈറ്റ് അയക്കണം. ആരെങ്കിലും കൊണ്ടൊന്ന് ചെയ്യിക്കണം കേട്ടോ. അല്ലത് പണിയായി മാറും. എലീനെ പിടിക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ. ഞാനില്ല പിന്നെ കിട്ടിയത് തന്നെ. കിട്ടുമോടാ? ഏതാ എലീനെ? എലി ഇത് നമ്മളിങ്ങനെ ഒച്ചപ്പാട്ടായി കഴിഞ്ഞാൽ എലീനെ കിട്ടില്ല. അടങ്ങാതിരിക്കണം 1.5 മണിക്കൂറെങ്കിലും. എലി പേടിച്ചിട്ട് ഇറങ്ങി വരില്ല. എലി പേടിച്ചിട്ട് ഇറങ്ങി വരില്ല. അനങ്ങാതിരുന്നാലേ കിട്ടുള്ളൂ. ഒച്ചപ്പാടുണ്ടാക്കരുത്. ആയിക്കോട്ടെ. ദൈവത്തിൻ്റെ എന്തോ അനുഗ്രഹം. ഇറങ്ങി വരുന്നു. സാധനം പൊത്തി കയറ്റി വിട്ടു കേട്ടോ. എന്തിയെ? ഇതാ ഇറങ്ങി വരുന്നു. എന്തിയുടെ തുറപ്പൻ? ഇറങ്ങി വന്നാൽ ഞാൻ അവിടെ തടിക്കും. അതെ ഇപ്പൊ എന്നാ ഒന്നും ചെയ്യാതിരിക്കുന്നതെന്നറിയാവോ? കൈകുപ്പി കാണിച്ചതേ. സാധനം കൈകുപ്പി കാണിച്ചു. ഞാൻ വണ്ടി എടുത്ത് മാറ്റാൻ പോവാണേ. കൈകുപ്പി കാണിച്ചു. അതാണ് ഞാൻ മാറ്റട്ടെ. മാറ്റിക്കോ. ഇത് എൻ്റെ കാലിൻ്റെ അടി. നിന്റെ അവിടെ ഇരിക്കുന്നത് ഇതല്ലേ? മൊത്തം 8-10 കേട്ടോ. അതിലെ വർക്കായി കേട്ടോ. ഈ പശയിലൊന്നും കയറി പിടിച്ചൊന്നുമില്ല. അവിടെ മടക്കി വെച്ചു. സാധനം നമ്മളോട് ഡ്രൈവർ പറഞ്ഞു തന്നാ. അതായത് ബാത്റൂമിൽ ഇടുന്ന കട്ടയില്ലേ, അത് വാങ്ങിയിട്ടോ എലി നിൽക്കൂലെന്ന്. അതേപോലെ സംഭവിച്ചു. അതേപോലെ തന്നെ പടപടാന്ന് ഓടി. അതിനകത്ത് 2 ഇട്ടിട്ടില്ലേ? അതിനകത്ത് 2 ഉണ്ട്. ഇട്ട സാധനം അതിനകത്ത് തന്നെ കിടക്കട്ടെ. പിന്നെ പെതിയെ പോവാം. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് കയറുള്ളൂ. അതേപോലെ പണ്ട് ഡൽഹിയിൽ നിന്ന് 10 കയറിയതാ. എൻ്റെ അമ്മേ, ഓ ഭാഗ്യം. എന്തായാലും നമുക്ക് പെതിയെ പോട്ടെ. ബാക്കി ഭക്ഷണ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും വലിയ വിഷയങ്ങൾ. ഇന്ന് നമ്മൾ ഹോട്ടലെടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. ദൈവമേ ഭാഗ്യം. കിറ്റൊന്നും അടിക്കാൻ ആ ഗുളിയെ പറക്കി കളഞ്ഞാൽ മതി. പാറ്റ ഗുളിയ. പാവം പെട്ടുപോയി. ടയറ് മാറ്റിയിടുവാ. എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ചതിന് പറ്റിയ ടയറ് പോയതാ. ഓ കംപ്രസറുള്ള സെറ്റപ്പ് വണ്ടിയൊക്കെ വന്നാ ചെയ്യുന്നത്. അമ്പ വണ്ടി വന്നേനും. അത് കൊള്ളാലോ. കലക്കിയിലോ.
ഇത് കലക്കി ഇതിങ്ങനെ യൂറോപ്പ് വന്നു കഴിഞ്ഞാൽ അന്നിപ്പം പാടെ നമ്മുടെ ചങ്ക അങ്ങ് ഇടിക്കും. 150 യൂറോ നാട്ടിലത്തെ ഊരുന്നതിന് 100, ഇടുന്നതിന് 100. 100, 200 യൂറോ നാട്ടിലത്തെ ഏകദേശം 20,000 രൂപ എടുത്തു വരും. പക്ഷെ നമുക്കും ചോദിക്കായിരുന്നു കേട്ടോ, നമ്മൾ ടയർ മാറ്റി തരും. വേറെ ആവുന്ന തോന്നുന്നു, അരി വേറെ ആവുന്ന തോന്നുന്നു. ഗൈസ് നോക്കൂ, ഫൈനലി വണ്ടി ഒതുക്കി. ഇവിടെ ഒരു പെട്രോൾ പമ്പ് കിട്ടി. ഇനി എൻ്റെ 100 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത പെട്രോൾ പമ്പ് ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റപ്പ് ആയിട്ട് ഇവിടെ തന്നെ കിടക്കണം. അപ്പം എലി ഇറങ്ങിപ്പോയതുകൊണ്ട് ഇനി നമ്മൾ വേറെ റൂമോ സംഭവങ്ങൾ എടുക്കില്ല. നമ്മൾ ഹിറ്റൊന്നും അടിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി കിടക്കാം കേട്ടോ. ഇവിടെ ഉറക്കത്തിപ്പിച്ചില്ലായിരുന്നു നിൽക്കുന്നത്, ഇറക്കത്തിപ്പിച്ചില്ല. ഇവിടെ തന്നെ വെള്ളവും സംഭവം കെട്ടി. നെറ്റില്ല ഇവിടെ. ഇത് ഹൈവേ ആണ്. ഇനി അഹമ്മദാബാദിൽ അതിൻ്റെ എക്സിറ്റ് ഉള്ളൂ. അതായത് അങ്ങ് പഞ്ചാബിൽ നിന്ന് കയറിയ ഹൈവേ ആണ്. ഏതാണ്ട് 1000 സംതിങ് കിലോമീറ്റർ ഉണ്ട്. 5 രൂപ ഡീസൽ. എത്ര? 99 രൂപ കേട്ടോ ഇവിടെ ഡീസലിൻ്റെ വില. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു എണ്ണം പറഞ്ഞ കുറച്ച് വണ്ടികളേ ഉള്ളൂ ഇവിടെ. എൻ്റെ അമ്മ, ഞാനിവിടെ ഇട്ടു കേട്ടോ. ഞാനിവിടെ വണ്ടി ഇട്ടു. ഇതുണ്ടോ, 99 രൂപയാണ് ഡീസലിൻ്റെ വില. ഞാനിവിടെ ചേർത്തിട്ടു. അവിടെ ആകുമ്പോൾ ആർക്കും അങ്ങനെ കയറി ആ ഗ്ലാസ് തുറന്നിട്ട് സുഖമായിട്ട് കിടക്കാം. പിന്നെ ലിബിനെ ഓൾറെഡി പൊക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതും പ്രശ്നമല്ല. ഗൈസ്, നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ ഒതുക്കി. മേലിലെ സാധനം പൊക്കിയിട്ടു. പിന്നെ അവിടെ ഗ്ലാസ് തുറന്നിട്ട് അവിടെ സുഖമായിട്ട് കിടക്കാം. ഇടയ്ക്കിടയ്ക്ക് ഫാൻ ഓണാക്കിയാൽ മതി. ആ ടയറിനൊരു പൊട്ടലുണ്ട്, അതാണ് ഏറ്റവും വലിയ പേടി. ഇപ്പം ഇന്നലെ മണിയടിയാണ്, ഇന്ന് പുതിയ സാധനമുണ്ട്. ഇത് എവിടെയൊക്കെ വണ്ടികൾ ഒതുക്കിയിട്ടുണ്ട്, ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ നടപ്പുണ്ട്. ഒന്നും ആയിട്ടൊന്നുമില്ല. വലിയ എക്സ്പ്രസ് കേട്ടോ, ട്രക്കുകളുണ്ട് ഇഷ്ടം പോലെ. ഞാൻ എടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിച്ച അണ്ണൻ പല സർക്കസും കളിച്ചു നോക്കി, നടന്നില്ല കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങോട്ട് കൂട്ടി ഒതുക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ വലിയ ട്രെയിലർ കയറി വരുന്ന, അത് കയറി വരുന്നിടയ്ക്ക് പിന്നെ നമ്മൾ മസിൽ പിടിക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാനിവിടെ ഇട്ടു കേട്ടോ. ഫൈനലി വണ്ടി ഒതുക്കി കിടക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഓഫാക്കിയാലേ വല്ലതും നിങ്ങൾക്ക് മനസ്സിലാവും. ചൂടെടുത്തിട്ട് ഇപ്പം തന്നെ കണ്ട. അയ്യോ, നിങ്ങൾ വിളിച്ചിട്ടോ എന്നുവെച്ചാ എല്ലാരെയും വിളിച്ചിട്ട് വേർത്ത് തുടങ്ങിയിട്ട് ഇപ്പം തന്നെ അതിന് കാലരാത്രി കേട്ടോ ഒന്ന് ഉറപ്പിച്ച് ചെയ്യാൻ. ഇന്ന് കൊതുകില്ലെന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബോർഡർ. ഈ സീറ്റ് ഇച്ചിരി ഇങ്ങോട്ടാക്കണം കേട്ടോ. നല്ല നിങ്ങൾക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇച്ചിരി തള്ളിക്ക്, കുറച്ച് തള്ളിയാൽ മതി. കുറച്ചും കൂടെ തള്ള വേണം. തള്ളു അടച്ച. റെഡിയല്ലേ? കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഓമ്പി എന്നും ഓമ്പൽ തന്നെ. വേറെ നോക്കാം. പണ്ടാരം ഇത് ഓഫായി പോയാല് അതാണ് പ്രശ്നം. അടിച്ചു തരൂടാ. ആ പാറ്റോളിയുടെ മണം ഇതുവരെ പോയിട്ടില്ല കേട്ടോ. എത്ര നേരം ഇടും? 2 മണിക്കൂർ എന്തായാലും ഈ കാണുന്നതാണ് സ്വിച്ച്. ഓഫ് ആക്കട്ടെ ഗൈസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.